മലയാളത്തിലെ തത്തമ്മ ഒരു പൊത്തിൽ പത്തും കൊത്തുന്നു. അറബിയിൽ തസ്ലു തത്തബിഉ കുതുബൽ കുത്താബി തംതന്നു. താതീതു താതീതു. മലയാളത്തിലെ തത്തമ്മ ഒരു പൊത്തിൽ പത്തും കൊത്തുന്നു. അറബിയിൽ തസ്ലു തത്തബിഉ കുതുബൽ കുത്താബി തംതന്നു. താതീതു താതീതു. മലയാളത്തിലെ തത്തമ്മ ഒരു പൊത്തിൽ പത്തും കൊത്തുന്നു. ഒരു പൊത്തിൽ പത്തും കൊത്തുന്നു. മലയാളത്തിലെ തത്തമ്മ ഒരു പൊത്തിൽ പത്തും കൊത്തുന്നു. അറബിയിൽ തസ്ലു തത്തബിഉ കുതുബൽ കുത്താബി തംതന്നു. അറബിയിൽ തസ്ലു തസ്ലു ഒക്കെ താഴെ പിന്നെ പാലൊന്നും ചോദിക്കരുത്. അറബിയിലൊക്കെ ഒരക്ഷരേ ഉള്ളൂ. ചില ആൾക്കാരുണ്ട് ഏത് കാപ്പാന്ന് ചോദിക്കും. പണ്ട് മദ്രസയിലൊക്കെ പഠിക്കുക പൂച്ചക്കാപ്പ് താരിക്കാപ്പൊക്കെ പഠിക്കും. അറബിയിൽ തെറ്റിലു 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 തെത്തബിഉ 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 അറബിയിലൊക്കെ ഒറ്റ അക്ഷരമുണ്ട്. ചോദ്യം കേട്ടോ ഒരുപോലുള്ള അക്ഷരമുണ്ട്. ഒരുപോലുള്ള അക്ഷരം ഉള്ളൂ. കുതുബൽ കുത്താബി കുതുബ് കുതുബൽ കുതുബ് അൽ കുത്താബി കുതുബൽ കുതുബൽ കുത്താബി തംതന്നു. തംമീം തംതന്നു 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 കുതുബൽ കുത്താബി തംതന്നു. അതാണ് നമ്മൾ അസ്വാദ് പഠിക്കാന്നുള്ളത്. സൗണ്ട് പഠിക്കാന്നുള്ളതാണ്. പഠിക്കല്ലേ ശരിയേ? പഠിക്ക. മലയാളത്തിലെ തത്തമ്മ അല്ലേ ഒക്കെ താഴ്ന്നാണ്. അത് രണ്ടാണ് പറയുന്നതിന് അർത്ഥം. മലയാളത്തിലെ തത്തമ്മ ഒരു പൊത്തിൽ പത്തും കൊത്തുന്നു. അറബിയിൽ തസ്ലു തത്തബിഉ കുതുബൽ കുത്താബി തംതന്നു. താതീതു താതീതു. അറബിയിൽ തസ്ലു തസ്ലു സുക്കൂൻ വരുമ്പോ കേൾക്കാൻ തന്നെ പാടില്ല. തസ്ലു അല്ലേ? അറബിയിൽ തസ്ലു തത്തബിഉ കുതുബൽ കുത്താബി തംതന്നു. താതീതു താതീതു. മലയാളത്തിലെ തത്തമ്മ ഒരു പൊത്തിൽ പത്തും കൊത്തുന്നു. അത് താതീതു. അറബിയിൽ തസ്ലു തത്തബിഉ കുതുബൽ കുത്താബി തംതന്നു. താതീതു താതീതു. താതീതു തസ്ലു أتلو عليكم. عربي تتبع عربي تتلو تتبع كتب الكتاب تمتنو. تمتنو 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 تاتيتو تاتيتو. ഓക്കെ. അതുപോലെ തഫ്ഹീം എന്താ? തഫ്ഹീം കേട്ടുണ്ടോ? അക്ഷരം ഉച്ചരിക്കേണ്ട അടുത്തുള്ള വളരെ പ്രധാനപ്പെട്ട സ്വരഭാരത്തോടുകൂടി. അതൊക്കെ പറയാവുന്നൊരു ഭാരമാണ് അല്ലേ? അത് ഞാനൊരു വരി പാട്ട് പഠിച്ചതാണ്. അത് നിങ്ങൾ എഴുതുന്നു കേട്ടോ, വേഗം പഠിക്കാൻ പറ്റി. ഞാൻ എഴുതാൻ പറഞ്ഞ കുറച്ച് അറബി പദങ്ങളായി വന്നുകൊണ്ടാണ്. വായ നിറച്ചു എന്താണ്? വായ നിറച്ച് പഠിപ്പിച്ചക്ഷര മുച്ചാരണം അത് തഫ്ഹീം. വായിക്കുന്നത് നേർപ്പിച്ചാണോ അക്ഷരമെങ്കിൽ രണ്ടു തരം ഉച്ചാരണമാണ്. അപ്പൊ ഈ സ്വരഭാരത്തോടു കൂടി കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കുട്ടിയത്? കുട്ടികളെ സ്വരഭാരത്തോടു കൂടി ചെല്ലേണ്ടതാണ്. ഈ പാട്ട് പഠിച്ചത് നോക്കി. വായ നിറച്ചു തടുപ്പിച്ചക്ഷരം ഉച്ചാരണം അത് തഫ്ഹീം.
അല്ലേ? ഓ ഹോ ഖദീജ എന്ന് പറഞ്ഞ ഖദീജ അല്ലേ? യെസ്. അപ്പൊ വായ നിറച്ച് തടിപ്പിക്കണം, തടിപ്പിക്കണം, തടിപ്പിക്കണം. വായ നിറച്ച് വായ നിറച്ച് തടിപ്പിച്ചക്ഷര ഉച്ചാരണം അത് തഫ്ഹീമ്. വായിക്കുന്നത് നേർപ്പിച്ചാണോ അക്ഷരമെങ്കിൽ തർഹീബ്. മെമ്മറി 256 exabytes. വായ നിറച്ച് തടിപ്പിച്ചക്ഷരമുച്ചാരണം അത് തഫ്ഹീമ്. വായ നിറച്ച് തടിപ്പിച്ചക്ഷരമുച്ചാരണം അത് തഫ്ഹീമ്. അതിന്റെ അക്ഷരം പറഞ്ഞില്ല. പിന്നെ വായിക്കുന്നത് നേർപ്പിച്ചാണോ അക്ഷരമെങ്കിൽ തഫ്ഹീമ്. ആദ്യത്തെ പാടുമ്പോൾ തന്നെ ഒരു തഫ്ഹീമ് തോന്നണം. വായ നിറച്ച് തടിപ്പിച്ചക്ഷര ഉച്ചാരണം അത് തഫ്ഹീമ്. വായ നിറച്ച് തടിപ്പിച്ചക്ഷര ഉച്ചാരണം അത് തഫ്ഹീമ്. പിന്നെ അടുത്ത് വായിക്കുന്നത് നേർപ്പിച്ചാണോ അക്ഷരമെങ്കിൽ തർഹീബ്. ഞാനൊന്ന് ജീവിതം പഠിക്കുന്നത് ഇതാകുമ്പോ മുന്ന അവ പറയുന്നത് തന്നെ ഉന്നത്തുണ്ടാവില്ല. ഇതാകുമ്പോ മുന്നേ പറയുന്നത് വേണം. ഇതാകുമ്പി അങ്ങനെ പഠിച്ചാലേ കുട്ടിക്ക് ഉന്നതാത് മനസ്സിലാവും. മറ്റേതോ ഇതാകുമ്പി ഉന്നാന്ന് പറയുന്നതല്ല ഉന്നല്ല പൊന്ന. അത് നമ്മൾ മലയാളത്തിലൊക്കെ ഉണ്ട്, പാട്ടിലൊക്കെ ഉണ്ട് അല്ലേ? നമ്മളൊരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു, അദ്ദേഹം തജ്വീദിന്റെ ഭയങ്കര എക്സ്പേർട്ടാണ്. അദ്ദേഹം ഒരു സംഗീതം പഠിപ്പിക്കുന്ന ആളെടുത്ത് പോയിട്ട് സ്വരം പഠിക്കാൻ അദ്ദേഹം ഒരു മ്യൂസിക് ടീച്ചർ എടുത്ത് പോയിട്ട് സ്വരം പഠിച്ചു. വേറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനല്ല, സ്വരസ്ഥാനങ്ങൾ. ആ സ്വരസ്ഥാനങ്ങളുടെ നമ്മൾ പറയുന്ന പേരത് മഹാരിഷ്. നമുക്ക് മഹാരിഷ് തന്നെ വേറൊന്നും സാധനമാണ്. തരിമൂക്ക് ഒക്കെ പറയും. അപ്പോഴത്തെ കുട്ടികൾ പഠിച്ചു. കുട്ടികൾ മൂക്കനെ കണ്ടില്ല, എന്നിട്ട് ആ കുട്ടിയോട് തരിമൂക്ക് പറയുന്നു. കുട്ടി മനസ്സിലായിട്ടോ തരിമൂക്കാണ്? നമുക്ക് മനസ്സിലാക്കിയ. യെസ്. നെക്സ്റ്റ് വൺ. അപ്പം അധ്യാപകൻ ആദ്യം അറിയേണ്ടതാണ് സൗത്തുൽ ലുഗ അറിയണം. എന്ത് മനോഹരമാണ് അറബിയിലെ വാർത്ത കേട്ടില്ല കേട്ടോ. നമ്മൾ അറിയായിരിക്കുന്നോ? ഒന്ന് أصوات اللغة سليمة صحيحة. ക്ലാസ് റൂമിൽ സംഭവിക്കേണ്ട ഇതാണ്. ക്ലാസ് റൂമിൽ സംഭവിക്കേണ്ട സ്പീക്കിംഗ് സ്കിൽ എന്തൊക്കെയാണ്? ഒന്ന്, അധ്യാപകൻ ശരിയായ രൂപത്തിൽ പ്രൊനൗൺസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ശരിയായ രൂപത്തിൽ പ്രൊനൗൺസ് ചെയ്യും. ടീച്ചറുടെ കേട്ടിട്ട് കുട്ടി അടിപൊളിയായിട്ട് അറബി പറയാൻ തുടങ്ങും. അറബി സ്വരങ്ങൾ. രണ്ട്, ആശയങ്ങൾ ആവിഷ്കരിക്കും. എങ്ങനെ? എന്താ നഹ്വും സർഫും? ഗ്രാമറാണ്. സർഫാക്കാൻ കേട്ടില്ലേ? സുഹൃത്തുക്കളെ, പത്താം സർഫാക്കി 10 മുക്കടി എല്ലാം കിടിയുന്ന. അപ്പൊ അതുപോലല്ല. യെസ്, ഈ നഹ്വ് അനുസരിച്ച്, ഗ്രാമർ അനുസരിച്ച് ഭാഷ ഉപയോഗിക്കാൻ കുട്ടിക്ക് കഴിയണം. കൂടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നഹ്വ് പറയുമ്പോൾ ചില ആൾക്കാർക്ക് പേടിയാണ്. പിന്നെ ഇസ്തിമാനി കേട്ടോ, അല്ലാതെ നഹ്വിനെ തിയറി പഠിപ്പിക്കല്ല. അത് ജുംലത്തുൽ മുഫീദ അല്ലേ? അതല്ല പഠിപ്പിക്കുന്നത്. പിന്നെ ഇസ്തിമാനിലൂടെ ബൈ ലിസണിങ് ഗ്രാമർ പഠിപ്പിക്കും. എങ്ങനെ പഠിപ്പിക്കും?
വേറെന്തോ? എന്താണ് കർമ്മം? ചെയ്ത കാര്യം. ചെയ്ത കാര്യം ക്രിയ എന്നാ ഞാൻ കേട്ട്. ചെയ്ത കാര്യം വെർബ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. മലയാളത്തിൽ ഞാൻ പഠിച്ച ഗ്രാമർ അനുസരിച്ച് ക്രിയ എന്നാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് ക്രിയ. യെസ്, പ്രവൃത്തി എന്നുള്ള പദം ഈ അറബി കോളേജിലുള്ള ഒരു പ്രശ്നമാട്ടോ. മലയാളത്തിൽ വെർബിന് പ്രവൃത്തി എന്ന പ്രയോഗമില്ല. ആദ്യം പോലും തിരുത്തി ചിലത് ഫോർമാറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഈ കോഴ്സിന് ജോയിൻ ചെയ്താൽ ഫിയറില് അല്ലെങ്കിൽ വെർബ് എന്നുള്ളതിന് മലയാളത്തിൽ എന്ത് പറയില്ല? പ്രവൃത്തി എന്ന് പറയാറില്ല. പിന്നെ എന്താ പറയാ? ക്രിയ. ഇന്ന് മുതൽ പറയരുത് കേട്ടോ. ഇനി കുറച്ച് ഞാൻ ഇനി പറയും പ്രവൃത്തി. ക്രിയ. ക്രിയ എന്തിന്റെ മേലാണോ അതെന്താ സംഭവിച്ചത്? ഒരു ഉദാഹരണം പറഞ്ഞ ടീച്ചർ നിങ്ങളാ പറഞ്ഞ ആദ്യം ഞാൻ കേട്ടില്ല നടച്ച ബാക്കി പോലും പഠിച്ചോണ്ട് വിചാരിച്ചത്. ഉദാഹരണം പറഞ്ഞു, രാമൻ രാവണനെ കൊന്നു. പുതിയ കാലത്തും രാമ കേട്ട് രാവണനാണ്. അത് ആ ഉദാഹരണത്തിനെ മാറിയില്ല. കുട്ടിക്ക് രാമനും അതിനറിയില്ല, രാവണനറിയില്ല. എന്നാൽ മറ്റേ ഏതെങ്കിലും പിന്നെ ഏതെങ്കിലും ഒരു കാർട്ടൂൺ കഥാപാത്രം മറ്റേ കാർട്ടൂൺ കഥാപാത്രത്തെ കൊന്നു തന്നാലോ ആ ക്രിയ ഏതാന്ന് കുട്ടിക്ക് മനസ്സിലാവും. ഇപ്പോഴും ബുക്കിലെന്താ? രാമാക്കിയിട്ട് രാവണ. സബ്ജക്ട് വെർബ് ഒബ്ജക്ട് SVO പാറ്റേൺ ഒക്കെ പറഞ്ഞ് കുട്ടിക്ക് മനസ്സിലായി രാമനാണ് ക്രിയയാണ്. ഇതേ പ്രശ്നമുണ്ട്. ഓക്കെ, എന്താണ്? രാമാക്കിയിട്ട് രാവണ. രാമൻ രാവണനെ കൊന്നു. രാവണനാണ് കർമ്മം. അതിന് ഇംഗ്ലീഷ് പറയാ. സബ്ജക്ട് വെർബ് ഒബ്ജക്ട്. ഇതാണ് കർമ്മം. പക്ഷെ ഈ കർമ്മം ഇതാണ് നമുക്ക് നമ്മൾ 10-50 വയസ്സൊക്കെയുള്ളവരുണ്ട്. നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ജീവിതത്തിൽ എന്തോ സംഭവിച്ചു. രാവിലെ എന്നെ പത്തിരി തിന്നു ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാറിപ്പോയില്ലോ. കർമ്മം മാറിപ്പോയില്ല. എവിടെ പറഞ്ഞിരുന്നു? ഞാൻ രാവിലെ പത്തിരി തിന്നു പറഞ്ഞിരുന്നു. കർമ്മം ഏതാണ് എന്ന് അറിയാത്തത് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. സെന്റൻസ് മാറിപ്പോയില്ലോ? ഇല്ല. നമുക്ക് തിരികെ ഗ്രാമർ തെറ്റിയില്ല. മലയാളത്തിൽ ഒരു ഗ്രാമർ തെറ്റിയില്ല. പക്ഷെ ഗ്രാമറിന്റെ നിയമം ഞാൻ ചോദിച്ചാലോ അറിയാം. അതന്നെ ഉള്ളൂ. അറബി അങ്ങനെയാണ്. ഈ നിയമം പഠിച്ചുകൊണ്ടാണ് ഇക്തിസാബ് ലുഗയല്ല നടന്നത്. ചാഴലും അനിൽ ലുഗയാണ് നടന്നത്. ഭാഷയെ കുറിച്ചുള്ള പഠനമാണ് നടന്നത്. സ്കൂളുകളിലും മദ്രസയിലും കോളേജിലും ഒക്കെ ഭാഷ ആർജിച്ചെടുക്കൽ നടന്നിട്ടില്ല. എവിടെ നിന്നാണ് നമ്മൾ അക്വയർ ചെയ്യാം? അപ്പൊ എങ്ങനെയാ ഗ്രാമർ പഠിക്കാം? പഠിച്ചോലെ സാറെ തിയറി പഠിപ്പിക്കാതെ എങ്ങനെയാ ഗ്രാമർ പഠിപ്പിക്കുക? ബൈ ലിസണിങ്. നമ്മുടെ കൊച്ചു കുട്ടികൾ ചെറുതായിട്ട് മലയാളം പറഞ്ഞ് സംസാരിക്കുന്ന ഒരു പ്രായം. അപ്പൊ എന്ത് പറയും? ഉമ്മ, ഞാൻ നാളെ മല വിട്ട് പോയി, ഇന്നലെ മല വിട്ട് പോകുന്നൊക്കെ പറയും. ആ കുട്ടിയെ വിളിച്ച് പറയാം, മോനെ ഇന്നലെ നല്ല പാസ്റ്റ് ടെൻസ് ആണ്, അതിന്റെ കൂടെ പോയി എന്ന് പറയണം. അപ്പോഴേ പാസ്റ്റ് ടെൻസ് ആവുള്ളൂ. പോകും എന്നുള്ളത് ഫ്യൂച്ചർ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കുട്ടി ഉണ്ടോ? അതാണ് നമുക്ക് സംഭവിച്ചത്. നമ്മളിപ്പോഴും ആരൊക്കെ അറബി വരാനാണോ, ആയിലാണോ, മഫ്ഊലാണോ, നെസ്ബാണോ, പ്രഷറാണോ, എവിടെയാണോ തരേണ്ടത്, ആണോ താഹാണോ, കൂടി കൺഫ്യൂഷനായിട്ട് നമ്മൾ ഉണ്ടാതെയായി. ബൈ ലിസണിങ്, ബൈ ലിസ്തിമാ. കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് കേട്ട് കേട്ട് പഠിക്കണം. ഹറൂഫുൽ ജർ അല മിൻ വന്നാൽ ജർ ചെയ്യണമെന്ന് കുട്ടി എങ്ങനെ പഠിക്കാം? ടീച്ചറിന് എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അറിയില്ല. അങ്ങനെ കേട്ടപ്പോ കുട്ടിക്ക് കുറെ കേട്ടപ്പോ കുട്ടി പറയാൻ തുടങ്ങി. നമ്മൾ പഠിച്ചത് ഹുറൂഫുൽ ജർ അപ്പം എങ്ങനെയാ ഭാഷ പഠിപ്പിക്കുന്നത്? എങ്ങനെ ലഘു പഠിപ്പിക്കും? എങ്ങനെ ഞാൻ പഠിപ്പിക്കും? എങ്ങനെയാ പഠിപ്പിക്കുന്നത്? തിയറി പഠിപ്പിക്കാം. തിയറി പഠിപ്പിച്ച ഭാഷ ആർജിച്ചെടുക്കാൻ കഴിയില്ല. അത് ഞാൻ പറയാം. ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. ടെക്സ്റ്റ് ബുക്ക് ക്ലിയർലി അറിയാം. ടെക്സ്റ്റ് ബുക്ക് പ്യൂർലി അങ്ങനെ സെറ്റ് ചെയ്ത സാധനം. ഞാൻ ഒറ്റ ഉദാഹരണം വായിച്ചു ആ ഭാഗത്തുണ്ട്, അതുകൊണ്ട് മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞതൊന്നും അല്ല ക്ലാസ് കിട്ടും. പിന്നെ മൂന്നാമത്തത് വേണ്ടത് മീൻസ് വൊക്കാബുലറി. നമുക്ക് ഉപയോഗിക്കാൻ എന്ത് വേണം? ഒരുപാട് പദങ്ങൾ കയ്യിൽ വേണം.
അല്ലേ? ഒരു സ്ഥലത്ത് ഒരു കാര്യം പറയണം, അങ്ങനെ ആ പദം കൊണ്ട് കിട്ടുന്നില്ല. ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോയാൽ എന്താ വരിക? അറബി എഴുതാൻ പോയാൽ ഇംഗ്ലീഷും വരുമോ? അതുപോലെ നമുക്ക് ചില പദങ്ങളുടെ പ്രശ്നമുണ്ട്. അത് ശരിയല്ലേ? ആ ഓക്കെ, എല്ലാവരും അനുഭവിച്ച പ്രശ്നമാണ്. യെസ്, പദസമ്പത്ത് വേണം. പദസമ്പത്ത് എവിടെ കിട്ടുക? വായിച്ചിട്ടല്ല, സറൗണ്ടിങ്സ്. ഇവിടെ എല്ലാവരും അറബി അറിയാം. കല്യാണം കഴിപ്പാല് ടീച്ചറെ വീട്ടിൽ അറബിയാണോ കിട്ടേണ്ടത്? സറൗണ്ടിങ്സ് നമുക്കില്ല. അപ്പൊ നമ്മൾ ബോധപൂർവ്വം സറൗണ്ടിങ്സ് ഉണ്ടാക്കണം. ആ സറൗണ്ടിങ്സ് എവിടെ നിന്നൊക്കെയാണോ സോഴ്സുകൾ ഉള്ളത്? യൂട്യൂബ് ആണെങ്കിൽ അങ്ങനെ, ബ്ലോഗുകളാണ് അങ്ങനെ. അറബി കേൾക്കാനുള്ള അവസരം ഉണ്ടാകണം. അങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് അറബി പദങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് പറയേണ്ട ഇങ്ങനെ വരും. ഇങ്ങനെ കുറെ പദങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിനോട് പറയാൻ തോന്നും. വലിയ പ്രശ്നമൊക്കെ. അപ്പൊ നമ്മൾ വീട്ടിൽ പോയി വിദ്യാർത്ഥികളൊക്കെ അറബിയിൽ പറയും. നാലാമത്തത് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. യെസ്, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് പറ്റുന്നുണ്ടോ? മദ്രസയിൽ നാളെ അറബി വരും. സദർ ടീച്ചറെ നിങ്ങൾ നാളെ ഉഷാറായി വരണം കേട്ടോ. അറബിനോടൊക്കെ സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞങ്ങൾക്കൊന്നും അറബി അറിയില്ല, നിങ്ങളാണ് അവരെ ഡീൽ ചെയ്യേണ്ടത്. ടീച്ചറൊന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ല, കുറെ കാണാൻ പഠിച്ചു കൈക്കൾ ഹാൽ അല്ലേ. അവിടെ എത്തുമ്പോൾ വെറുപ്പും ഒക്കെ മാറിപ്പോവും. കർമ്മ ഉണ്ടാവില്ല, ഒബ്ജക്റ്റ് ഉണ്ടാവില്ല, മക്കൂലി ഉണ്ടാവില്ല, പായിൽ വേറെ പോയി ഉണ്ടാവും. ഇതാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, ഇതിന് പറ്റണം. ഇത്രയും സംഗതികൾ നമ്മുടെ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് കിട്ടണം. അതുകളിൽ കൺകൂടി എന്തൊക്കെ കിട്ടണം? അവരോട് ഒന്ന് ശരിയായ സംസാരം. അതെങ്ങനെയാ കിട്ടുക? രണ്ടാമത്തെ ഗ്രാമർ അനുസരിച്ച്, ഗ്രാമർ പഠിക്കണമെന്നല്ല, വ്യാകരണം അനുസരിച്ച് വാക്ക് ഉപയോഗിക്കാൻ. അതെങ്ങനെ കിട്ടുക? ഓക്കെ. മൂന്നാമത്തത് വൊക്കാബുലറീസ് കിട്ടണം. നാലാമത്തത് മറ്റുള്ളവരുമായി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റണം. ഗൾഫിലൊക്കെ പോയാൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഗൾഫിൽ കൊളോക്കിയൽ ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നെങ്കിലും അറബി ഭാഷ അതിന്റെ ഫ്ലുവൻസിയിൽ ഉപയോഗിക്കുന്നവരോട് അറബികൾക്ക് ഭയങ്കര ബഹുമാനമാണ്. അവർ കൊളോക്കിയൽ ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾ ഫ്ലുവന്റ് അറബി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ അറബി ഉപയോഗിക്കുന്നവരോട് അറബികൾക്ക് ഭയങ്കര ബഹുമാനമാണ്. അറബി അതുകൊണ്ട് ഖുർആനിലെ അറബിയുടെ പ്രത്യേകത എന്ന് അറിയോ? നിങ്ങൾ 50 കൊല്ലം മുമ്പുള്ള മാതൃഭൂമി പത്രം എടുത്ത് വായിച്ചു. മാതൃഭൂമി പത്രത്തിൽ അങ്ങനെ പോകണ്ടായിട്ട് 50 കൊല്ലം മുമ്പ്. ആ 50 കൊല്ലം മുമ്പുള്ള ഭാഷ വായിച്ചാൽ നമുക്ക് ചിരി വരും. എന്നാൽ ഖുർആനിലെ പ്രത്യേകത അറിയോ? 1400 കൊല്ലം മുമ്പുള്ള ഖുർആൻ ഭാഷ എത്രത്തോളം ഡെവലപ്പായിട്ട് വായിച്ചാലും അതിലൊരു അസാംഗത്യവും നമുക്ക് തോന്നുന്നില്ല. ആ കാരണം ഭാഷ എത്ര ഡെവലപ്പായാലും അതിനൊക്കെ അതിജയിക്കാനുള്ള ശേഷിയിലാണ് ഖുർആനിൻ്റെ ഭാഷ. പഠിച്ചോന്റെ കലാമായതുകൊണ്ടാണ്. നിങ്ങൾ 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 100 കൊല്ലം മുമ്പുള്ള മലയാളത്തിലെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് എടുത്ത് വായിച്ചു നോക്കിയ ആധാരമൊക്കെ എടുത്ത് മനസ്സിലാകുന്നില്ല. ആ അക്ഷരങ്ങളിൽ മനസ്സിലാവില്ല, അതിന്റെ ആശയം തീരെ മനസ്സിലാവില്ല. പഴയ ഇതൊക്കെ ഉണ്ടാവില്ല, പിന്നെ എന്താ നമ്മളെന്തൊക്കെ കഴിക്കുന്നത് അതിലൊക്കെ വലിയ കാര്യങ്ങളൊന്നും മരുന്നിൻ്റെത് അതൊന്നും നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ഖുർആൻ 1400 കൊല്ലം മുമ്പുള്ള ആ ഭാഷ എത്ര മോഡേൺ ലിറ്ററേച്ചർ അറബിയിൽ പഠിച്ച ഒരാൾക്കും ഒരു ചിരിയും വരില്ല, ഒരു തമാശയും തോന്നില്ല. അത് അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ടുള്ള ഒരു അതിജീവനമാണ്. ആ ഭാഷ അത്രയാണ്. അറബിയിൽ തന്നെ അല്ലാത്തവർ എഴുതിയിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. എന്നാൽ അറബിയിലുള്ള ഖുർആൻ നബിയുടെ ഹദീസുകളും നമുക്ക് ഏത് കാലത്തും മനസ്സിലാവും. ഈ ഇത്രയും കാര്യങ്ങൾ ക്ലാസ്സിൽ കുട്ടിക്ക് കിട്ടണം. അതിപ്പോൾ കിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മുടെ നല്ല സിമ്പിളാണ്. നമുക്ക് പറയാം സിമ്പിളായ എങ്ങനെ നമുക്ക് പറയാം. അതിന് ക്ലാസ് റൂമിൽ നടക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് പ്രാക്ടീസ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കുട്ടികൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അത് ടീച്ചർ
ജിപ് മാൻ ജിപ് മോയ എന്നുള്ളതാണ് ആ വെള്ളം പ്ലേറ്റ് വാട്ടർ ശ്രോതികളൊക്കെ എന്താ പറയുന്നത് മാവിന് ശ്രോതികൾ കൊളക്കിലായി എന്താ പറയുന്നത് മൂയ 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 അത് സാധാരണ ഏത് കൊളോക്കിയൽ ലാംഗ്വേജിലും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും നമ്മളെന്തൊക്കെ പറയുന്നില്ലേ ആ നമ്മളെന്തൊക്കെ പറയുന്നുണ്ട് ആ ബാങ്കി ആ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒന്നും ഭാഷ കാണുന്നത് കുഴപ്പമില്ല പേര് ചോദിക്കൽ എങ്ങനെയാ അറബികൾ ഇമാറാത്തിലും സൗദിയിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എഷിസ് ബുക്ക് നോക്കും സൗദികൾ ഷുസ്മൽ എഷിസ്മൽ 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 എന്തിനാണ് അയ്യു ഷെയ് എന്നുള്ള ലോപിച്ചതാണ് അല്ലെ നീ എന്നുള്ളത് എങ്ങനെയൊക്കെ മാറിയിട്ട് നമ്മുടെ നാട്ടില് നീ ഈ കൊണ്ടുപിടിക്കാനാണ് എന്നൊക്കെ പറയും അല്ലെ അത് അതിന്റെ ഭാഷാ വ്യത്യാസം എല്ലായിടത്തും ഉണ്ട് അതുപോലെ ഭാഷ ഉണ്ടാവും അറബികൾ ഷിസ്മെക് എഷിസ്മെക് ഷിസ്മെക് എന്നൊക്കെ ചോദിക്കും വാട്സ് യുവർ നെയിം ആ ഇസ്ലാമുനക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമുനക് ഇസ്ലാമുനക് ആ അങ്ങനെ എന്തൊക്കെ വിശേഷമാണ് ഇസ്ലാമുനക് അയ്യോ ഷെയ്ലൗനക് അല്ല അതിന്റെ നിറം എന്ന് വെച്ചാൽ എന്താ അവസ്ഥ എന്നാണ് നിറം ഒരു അവസ്ഥയെ കുറിപ്പിക്കുന്നതാണല്ലോ അതിന്റെ ഡയറക്റ്റ് മീനിങ് അല്ല ഡയറക്റ്റ് മീനിങ് പലതിനും ഉണ്ടാവില്ല നമ്മളെ കൊളോക്കിയൽ ലാംഗ്വേജിൽ നോക്കിയാൽ ഡയറക്റ്റ് മീനിങ് പലതിനും ഉണ്ടാവില്ല ആ അങ്ങനൊക്കെ ഉണ്ടാവും ഇത് അതങ്ങനെ തന്നെ പറയേണ്ടത് ഇസ്തരി പ്ലീസ് ബി സീറ്റഡ് എന്നുള്ളതിന് അറബിയിൽ എന്താ പറയേണ്ടത് ഇജിലിസ് നല്ല പറയേണ്ടത് ഇസ്തരി ഇജിലിസ് പറഞ്ഞാലേ ഒരു റെസ്പെക്ട്ഫുൾ അല്ലാത്തൊരു സംഗതിയാണ് ഇരിക്കണമെന്ന് എനിക്ക് പറയുന്നത് റഫീഖ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അതാണ് സദീഖ് പിന്നെ ഹമീം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇന്റിമസിയിലാണ് ഹമീം അബൂബക്കർ സദീഖിനെ കുറിച്ച് പറയാനുള്ളത് ഹമീം റസൂലില്ല എന്നാണ് ഇന്റിമേറ്റ് ഫ്രണ്ട് ഹബീബ് എന്നതിലേക്ക് പ്രിയപ്പെട്ട ഒക്കെ ചെറിയ വ്യത്യാസം അതുപോലെ ഈ ഇസ്തരി എന്നാണ് നമ്മൾ കുട്ടികളൊക്കെ പറയുന്നത് ഇസ്തരി അല്ല ഇസ്തരി നമ്മളെല്ലാവരോടും റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയാവും കുട്ടികളോട് റെസ്പെക്ട് കാണിക്കണം അതാണ് പ്രശ്നം നമ്മളെ കുട്ടികളോട് give respect and take respect ഇസ്തരി റാഹത്തിലെ take rest എന്നാണ് please take rest be seated here പൊളൈറ്റ്നസ് ഉണ്ടാവണം പൊളൈറ്റ്നസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാത്രമാണ് മലയാളികൾക്കേ ഇല്ലാത്തുള്ളൂ പറയണത് മലയാളികൾക്ക് മാത്രം ലോകത്ത് ഇപ്പൊ ബംഗാളികളെ പറയും ബംഗാളി വഴി ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് വഴി ചോദിക്കാനില്ല ഹാലബായി ठीक है എന്നിട്ട് ചോദിച്ചിട്ടേ പറയും അറബിൽ ചോദിക്കും അപ്പാനി മനെ കുറച്ച് ചോദിച്ചിട്ടേ വഴി ചോദിക്കും നമ്മളോ മോമാകാരെ പിടിക്കാനാണ് എന്നിട്ടോ മോനെ പറഞ്ഞത് നമ്മൾ വിൻഡോയിൽ ഉയർത്തി എപ്പോഴാണ് പോയി ഓരോ കുട്ടികളോട് താങ്ക്സ് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായി അതാണ് താങ്ക്സ് ഒക്കെ പറയണം ജസാക്കള്ള മദ്രസയിൽ നന്നായി പറയണം നിങ്ങൾ തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റിയില്ല ജസാക്കള്ള കൊടുക്കണമെന്നാണ് യെസ് അൽഫഹ് നമുക്ക് സമയം അൽഫഹ് ഫഹ് എന്ന് പറഞ്ഞാല് മനസ്സിലാകുന്നിടത്തെത്തണം നേരത്തെ പറഞ്ഞില്ലേ ഷഹാദത്തിന്റെ അർത്ഥം കുട്ടിക്ക് മനസ്സിലായില്ല ഭാഷയിൽ ഒന്നാമത്തെ ലെറ്റർ ആണെന്ന് കുട്ടിക്ക് മനസ്സിലായില്ല കോസ്റ്റീൽ എന്താന്ന് മനസ്സിലായില്ല അത് മുമാരസ പ്രാക്ടീസ് വേണ്ടത്ര പ്രാക്ടീസ് ചെയ്യണം ഞാൻ പിന്നെ ഈ ക്ലാസ് എടുക്കാൻ വരുമ്പോ ഞാൻ കഴിഞ്ഞ വർഷം എടുത്ത ക്ലാസ്സാണ് കഴിഞ്ഞ ആഴ്ച എടുത്തത് എന്നിട്ടും ഇന്നലെ രാത്രി ഞാൻ നോക്കിയിട്ടുണ്ട് ഇതേ സ്ലൈഡ് വെച്ച് ഞാൻ ഇന്നലെയും നോക്കിയതിനു ശേഷം എനിക്ക് നാളെ ഇതേ ക്ലാസ് എനിക്കുണ്ട് എന്നാലും ഞാൻ പോയിട്ടൊന്നും നോക്കും അതാ പ്രാക്ടീസ് ചെയ്യാൻ നമ്മളോ ഇന്നലെ എടുത്ത് കഴിഞ്ഞ എടുത്ത ബുക്ക് അടുത്തത് കിട്ടുകയാണെങ്കിൽ മദ്രസയിൽ പോയിട്ട് കുട്ടികളുടെ മുമ്പിൽ ഏത് പാടെത്തി തുറക്കുക വായിക്കുക ടെക്സ്റ്റ് ബുക്ക് വായനയല്ല പഠിപ്പിക്കൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കേ വേണ്ട അധ്യാപകൻ വായിക്കണം കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി മാതൃകാ വായന
അതല്ലാതെ വായിച്ചു വിട്ടാനുള്ള ആള് അധ്യാപകമായിട്ടാണ്. ഞാൻ പറയാം, നമുക്ക് പറയാം എക്സാമിന് വരുമ്പോൾ എങ്ങനെയാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ വേണ്ടിയല്ലേ, ഫഹ്മിനെ മനസ്സിലാക്കുക. അപ്പൊ കുട്ടി മനസ്സിലാക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യണം. മൂന്നാമത്തെ അധ്യാപകന്റെ ഡയറക്ഷൻ കിട്ടണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടികൾ തെറ്റിക്കുകയോ ചെയ്യും. അപ്പൊ അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. എങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ തെറ്റാന്ന് പറയല്ല, പിന്നെ നമ്മൾ ശരി കേൾപ്പിച്ചു കൊടുക്കുക. ടീച്ചർ തിരിച്ചതല്ല, അവൻ കുട്ടികളെ ഇഷ്ടമൊക്കെ പഠിച്ചു കൊടുക്കുക. മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രോത്സാഹനം, കുട്ടിയെ ഒന്ന് സ്കഫോൾഡ് ചെയ്യാം, ഒന്ന് അല്ലെ ഗുഡ് ആക്ഷൻസ് അപ്രീസിയേറ്റ് ചെയ്യുക, ഒരു മോട്ടിവേഷൻ കൊടുക്കണം. ആക്ഷൻസ് ഗുഡ് വേർഡ്സ് അല്ലാതെ ഒരു ടച്ച് അല്ലേ, ഭാഷാ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യണത്? മാക്സിമം വെർബൽ അപ്രീസിയേഷൻ തന്നെ വേണം. നമുക്കൊരു ലക്ഷ്യം ഉള്ളത് കുട്ടി അത് പഠിക്കാൻ. ആക്സൻസ് ഗുഡ്, നമ്മളോ ആക്സൻസ്. ആക്സെന്റ് പറയുമ്പോൾ ആക്സെന്റിന്റെ ഒരു വോയിസ് മോഡുലേഷൻ വേണം. ആക്സൻസ് ഗുഡ്, ആക്സൻസ് ആക്സൻസ് يا حليمة accents. Okay. نعم التعزيز. then القدوة الحسنة. القدوة الحسنة. أسوة حسنة. القدوة الحسنة. ده أسوة حسنة. Yes. Well, good model. A teacher should be a model for students. എന്തിന്? അറബിക്കിന്റെ ക്ലാസ്സിൽ ടീച്ചർ എന്തിന്റെ മോഡൽ ആയിരിക്കണം? നല്ല പറഞ്ഞിട്ടുണ്ട്. ആണോ എന്തിന്റെ മോഡലാണോ? ലാംഗ്വേജിന്റെ മോഡലായിരിക്കണം. കുട്ടികൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടത്ര ഭാഷ ഇങ്ങനെ ആ ടീച്ചറുടെ കയ്യിൽ ഇങ്ങനെ കിട്ടണം. ടീച്ചറുടെ ചുണ്ടിലേക്ക് നോക്കിയിരിക്കണം കുട്ടികൾ അല്ലെ. അതിമനോഹരമായി ടീച്ചർ ഇങ്ങനെ ഭാഷ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി നാളെ രാവിലത്തെ പീരീഡ് കുട്ടി വന്നിരിക്കണം. വെല്ലടിച്ചതിന് മുമ്പ് നടക്കും അല്ലേ. പറയാം നടക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതിനെ ഉദാഹരണത്തിൽ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ ആവണം, മനസ്സിലിട്ടോളി. നമ്മള് നാളെ മുതൽ ഗുഡ് മോഡൽ ആയിരിക്കും. ആർക്ക് എന്തിന്? ലാംഗ്വേജ് ധൈര്യമായിട്ട് പറഞ്ഞോളി. മദ്രസയിൽ പോയി തറത്തി എന്താ കാരണം അറിയോ? എന്താ കാരണം എൻ്റെ സ്കൂളിൽ കെമിസ്ട്രി ടീച്ചർക്ക് ക്ലാസ് റൂമിൽ പോയിട്ട് എന്തെങ്കിലും വിട്ടിട്ട് പറയാൻ പറ്റില്ല. കാരണം കുട്ടികൾ കോച്ചിങ്ങിനും ട്യൂഷനൊക്കെ പോകണം. ടീച്ചർക്ക് എന്തെങ്കിലും തെറ്റിയാൽ ഇവിടെ വരപ്പോൾ പോകും. കുട്ടികൾ അന്നേരം തന്നെ കറക്റ്റ് ചെയ്തിട്ട് സാർ അങ്ങനെയല്ല, ഞങ്ങൾ പഠിച്ചു വന്നാൽ രാവിലെ ട്യൂഷൻ കഴിഞ്ഞപ്പോൾ വരുന്നത്. ഇംഗ്ലീഷിൻ്റെ ടീച്ചർക്കും പറ്റില്ല. കാരണം കുട്ടികൾ CBSE സ്കൂളൊക്കെ പഠിച്ചത് നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട്. പക്ഷെ എനിക്ക് പറ്റും, കാരണം കുട്ടികളൊക്കെ അറിയില്ല. അപ്പൊ ധൈര്യമായിട്ട് ഞാൻ നന്നായിട്ട് അറബി പറയും. എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് എന്ത് തെറ്റിയാലും കുട്ടികൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലോട്ട് അറബി പറയാം. ആദ്യത്തിൽ നമുക്ക് കുറച്ച് തെറ്റ് വന്നാൽ നമ്മൾ ചെയ്താൽ മതി, കുറേ ശ്രദ്ധിക്കാൻ എന്ന് പറഞ്ഞാൽ തെറ്റിൽ ഇങ്ങനെ പോകണമെന്നല്ല. തെറ്റ് പറ്റുമെന്നുള്ള പേടിക്ക് വേണ്ട, ധൈര്യമായി പറയാം. ഓക്കെ. ഇനി മൂന്നാമത്തെ തേർഡ് സ്കിൽ അൽ മഹാറത്ത് സാലിസ. തേർഡ് സ്കിൽ ഈസ് റീഡിങ്. റീഡിങ് എന്ന് പറഞ്ഞ ഒരു സംഗതി കുട്ടിയിൽ നടക്കണമെങ്കിൽ ഇത്രയധികം പ്രോസസ്സുകളിലൂടെ കടന്നു പോകണം. സംഭവം ഏതൊക്കെ പ്രോസസ് അറിയോ? ഒന്ന് അമലിയത്ത് റുഹിയ. അമലിയ എന്ന് പറഞ്ഞാൽ പ്രോസസ്സാണ്. അമലിയത്ത് റുഹിയ മീൻസ് കാണുക എന്ന പ്രോസസ് ഉണ്ട്. അത്ര വലിയ പ്രോസസ് ആണോ? എന്താണ് അമലിയത്ത് റുഹിയ? പറഞ്ഞോളൂ, എന്താണ് കാണുക എന്ന പ്രോസസ്? അങ്ങനെ പ്രോസസ് ഉണ്ടോ ഇല്ലേ? അതെന്താണ് പറ. അപ്പൊ ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞു, ഈ നാളിൽ കണ്ടിട്ട് മുണ്ടിയില്ലല്ലോ. ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പ് പോയത് ഇങ്ങനെ കണ്ണ് തുറന്നു വെച്ചിട്ടുമ്പോൾ എൻ്റെ മുമ്പ് പോയത് ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? ശ്രദ്ധിച്ചില്ല എന്നല്ല, കണ്ടിട്ടുണ്ട്. പക്ഷെ കാഴ്ച എന്ന സംഗതി ബ്രെയിനിലേക്ക് പോയില്ല. നമ്മുടെ കുട്ടികള് കണ്ണും തുറന്ന് ഇരുന്നിട്ടേ ഉള്ളൂ, എന്ത് നടന്നിട്ടില്ല. ഇവിടെ
ഖിറാഅത്ത് നടക്കണമെങ്കിൽ, വായന നടക്കണമെങ്കിൽ കാഴ്ച നടക്കണം. അതെങ്ങനെയാ വായനക്ക് കാഴ്ച എന്നത്? ഞാൻ ബാക്കി കൂടി പറഞ്ഞിട്ടാണ് വിശദീകരിച്ചത്. അപ്പൊ നമുക്ക് എത്ര സിമ്പിളാണ് എട്ട് പഠിപ്പിക്കാൻ മനസ്സിലാവും. 2 അമലിയത്തുൽ നുത്ഖാണ്, ഉച്ചരിക്കാൻ, പ്രോസസ് ഓഫ് ഉച്ചാരണം, അല്ലേ, പ്രൊനൗൺസിയേഷൻ. 3 അമലിയത്തുൽ ഇദ്റാഖ്, പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. 4 അമലിയത്തുൽ ഇൻഫിആൽ, പ്രോസസ് ഓഫ് റെസ്പോൺസ്. ഇദ്റാഖ്, അണ്ടർസ്റ്റാൻഡിങ്. അദ്റക മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്. 4ാമത്തത് എന്താണ്? റെസ്പോൺസ്. ഇതെന്താ ഈ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ക്ലാസ് റൂമില് ഒരക്ഷരം പഠിപ്പിക്കാം എന്ന് സങ്കല്പിക്കാം. അപ്പൊ കുട്ടി ആദ്യം എന്ത് ചെയ്യണം? കൃത്യമായും കാണാനുള്ള ചാൻസുകൾ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കും, ബാറ്റ് പഠിപ്പിക്കാൻ. ഞാൻ ഇങ്ങനെ സങ്കല്പിക്കുന്നത്, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ കുട്ടികളുടെ മുമ്പിൽ വന്നിട്ട് ഇതെല്ലാം സംഭവിക്കുന്നത് ഇത് സംഭവിക്കുന്നു. നിങ്ങളുടെ കുട്ടി ഇങ്ങനെ കണ്ണുകൊണ്ട് വായിക്കും. ഇനി അടുത്തത് ഇങ്ങനെ കുട്ടിയുടെ കൈ മെല്ലെ കൊണ്ട് ഇങ്ങനെ വരും, ഉയർന്ന് ഇങ്ങനെ എഴുതാൻ തുടങ്ങും. ആ സമയത്ത് കുട്ടിയെ കൈ പിടിച്ച് സ്ലൈഡിനെ കുറിക്കും. അവർ ഇതോ പിടിച്ചു ഒരു പണിയില്ല. ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ കൈ ഇങ്ങനെ വരും. ഭാഗം പറഞ്ഞാൽ പോരട്ടോ, പറയുന്നില്ല മനോഹാരിതൊക്കെ പറയണം. എന്നെങ്കിലും കുട്ടിക്ക് അതിലേക്ക് താല്പര്യം വരുന്നു. അതുപോലെ എല്ലാ അക്ഷരവും ഇങ്ങനെ ആണോ? ടീച്ചറുടെ കൈ നോക്കി ഇങ്ങനെ തുടങ്ങി. ഇതിങ്ങനെ വായിച്ച് ആദ്യം കാണും, പിന്നെ പറയും. ഇപ്പൊ പറഞ്ഞല്ലേ, ഇങ്ങനെ പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞ പോലെ പറയാത്ത ബാഗ് അല്ലെ. പിന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ അത് മനസ്സിലായിട്ട് പിന്നെ എനിക്ക് വായന നമ്മെ കൃത്യം ഒരു സംഗതി നടക്കാൻ തുടങ്ങി. നിങ്ങളിങ്ങനെ അക്ഷരം പഠിക്കുന്ന മനസ്സിൽ ഇത് രസം ഒന്നും പഠിക്കില്ല. കുട്ടിയോട് നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. രാവിലത്തെ ടീച്ചറോട് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അങ്ങനെ ആയാൽ മതി. ഇതോട് കൂടി കുട്ടി നന്നായിട്ട് എഴുതാൻ പഠിക്കും. ആ കുട്ടി ഇങ്ങനെ കൈ ചലിപ്പിക്കുന്ന സമയത്ത് പോയിട്ട് അല്ലെ ഇങ്ങനെ പഠിച്ച് കുട്ടിയുടെ കയ്യിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ടീച്ചർ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഓരോ കൈകൾ ഒന്ന് മനസ്സിലാക്കി സൈഡിൽ വെക്കാം. എഴുതാൻ പഠിച്ചു. ഏറ്റവും വലിയ വിഷയം ഭാഷാ പഠനത്തിലെ ക്ലാസ്സിൽ വന്ന് എഴുത്ത് പഠിപ്പിക്കുക. ക്ലാസ്സാണ് നിങ്ങൾ ഇസ്തിമാവ് പറഞ്ഞ് നടന്നാൽ ഇപ്പൊ പഠിച്ചോല്ലേ? ഇസ്തിമാവിലൂടെ എഴുത്ത് പഠിച്ചോ, വായന പഠിച്ചോ, തഹദ്ദുസ് പഠിച്ചോ. ഇതുപോലെ എന്നറിയോ, എനിക്ക് നേരത്തെ പറയുന്നുണ്ട്, ഏത് ടീച്ചറോട് ഞാൻ സംസാരിച്ചാൽ പറയുന്നുണ്ട്. ഞാൻ BEd പഠിക്കുമ്പോൾ ഞാൻ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കാൻ വന്ന ഒരു സാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങളെല്ലാ സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സിന്റെ കുട്ടികളുടെ 124 കുട്ടികൾ ഹാളിൽ ഇരിക്കാൻ അതേപോലെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് 5 മിനിറ്റ് കൊണ്ട് ബോട്ടണിയിലെ വലിയൊരു കോൺസെപ്റ്റ് പഠിക്കുന്നു. ബോട്ടണിക്കാർ അവരോട് ഉണ്ടായി പറയുന്നല്ലേ, 2 types of leaf ഉണ്ട്, ഇലകൾ. ഒന്ന് സിമ്പിൾ ലീഫ് ആൻഡ് കോമ്പൗണ്ട് ലീഫ്. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന ഇലകളാണ്. ഒറ്റത്തണ്ടിൽ ഒരു ലീഫ്. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഓർമ്മ കാണിച്ചത് പഠിച്ചത്. കോമ്പൗണ്ട് ലീഫ് എന്നാ ഏതാ? പുളിയിലൊക്കെ അല്ലേ? ഒറ്റത്തിലുള്ള ഉഴല് വരും. പിന്നെ ഒറ്റത്തണ്ട് കുറെ എണ്ണായി തോന്നും. പക്ഷെ സയന്റിഫിക്കലി അതെന്താണ്? ഒറ്റ ലീഫാണ്. ഒരു കാണ്ടത്തുനിന്ന് ഒന്നുമൊന്നാണ് ഉണ്ടാവില്ല. അതിനൊരു ലീഫായിട്ടാണ് സയൻസ് പരിഗണിക്കുന്നത്. ഇതിനെയാണ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കാവുന്ന ആള് അദ്ദേഹം ആദ്യം ഈ ഹാളിൽ ചെറിയ പ്ലാറ്റ്ഫോമിൽ ചെറിയ സ്റ്റേജ്, അദ്ദേഹം അവിടെ ഇങ്ങോട്ട് ഇറങ്ങി. അദ്ദേഹത്തിന് ഒരു കയ്യിൽ വലത്തെ കയ്യിൽ
സിമ്പിൾ ലീഫ് കിട്ടും, ഇടത്തെ കയ്യിൽ കോമ്പൗണ്ട് ലീഫ്. അദ്ദേഹം കൂടെ ഇറങ്ങിയിട്ട് പറഞ്ഞു, എന്റെ വലങ്കയിൽ സിമ്പിൾ ലീഫ്, എന്റെ ഇടങ്കയിൽ കോമ്പൗണ്ട് ലീഫ്, എന്റെ വലങ്കയിൽ സിമ്പിൾ ലീഫ്, എന്റെ ഇടങ്കയിൽ കോമ്പൗണ്ട് ലീഫ്. അതങ്ങനെ പറഞ്ഞ അദ്ദേഹം നോട്ട് വരെ പോയി തിരിച്ചൊന്നും വന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്റെ ഇടങ്കയിൽ പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചത് വലങ്കയിൽ നമുക്ക് സിമ്പിൾ ലീഫ്, എന്റെ ഇടങ്കയിൽ കോമ്പൗണ്ട് ലീഫ്. മൂന്നാമത് അദ്ദേഹം ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും എല്ലാവരും വിളിച്ചത് സിമ്പിൾ ലീഫ്. പഠിച്ചോല്ലേ? ഈ ചോദ്യം എക്സാമിന് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഈ ചോദ്യം എക്സാമിന് വന്നാൽ എഴുതൂലേ? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സിമ്പിൾ ലീഫ് ആൻഡ് കോമ്പൗണ്ട് ലീഫ്? എഴുതൂല്ലേ? എന്നാൽ നമ്മളെ ബയോളജി പഠിപ്പിച്ച ടീച്ചർ ബോർഡ് വരുന്നത് സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ കണ്ടിന്യൂസ് കണ്ടുപിടിക്കാനാണ്, കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞാൽ ആ ചോദ്യം വന്നപ്പോൾ ഉത്തരവ് കിട്ടിയിട്ട് ആ ടീച്ചറിനൊന്നാണ് കൊടുക്കാനും തോന്നിയിരിക്കുന്നത്. എഴുതുമല്ലേ? ഇനി ഞാൻ ഇതുപോലെ അറബിയിലെ ഏതെങ്കിലും ഒരു ഫാസ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു ആപ്പിൾ വഴി എന്റെ ഇടകൈയിലൊന്നും പറയില്ല, ടീച്ചർ പറഞ്ഞപ്പോഴേ പറയാൻ കൂടി വന്നില്ല. ഇനി ഞാൻ മുത്തുകാൽ പറയണേ, അത് കുറച്ച് കടന്ന കയ്യിൽ ഞാൻ നല്ല ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റാണ്. ഭാഗത്ത് പഠിപ്പിച്ചുകൊണ്ട് മുത്തുകാൽ പഠിച്ച സ്റ്റുഡൻ്റ് വെരി ഗുഡ് പറയുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ എത്തുമ്പോൾ അടുത്ത കുട്ടി എന്ത് പറയും? ആ കുട്ടി വീട്ടിലെ ഫ്രിഡ്ജിൽ പോയി എന്ത് പറയും? പറയും. നമ്മളിപ്പോ പഠിപ്പിക്കുക എങ്ങനെയാ? കണ്ടോ ആപ്പിൾ, ആപ്പിൾ അറബി പറയുന്നതാ. ഒന്ന് ആപ്പിൾ അറബി പഠിച്ചു, ഇത് അറബിയിൽ നിന്നുള്ള സാധനം അറിയില്ല. ലോകത്ത് പല ഭാഷകളുണ്ടെന്ന് അറിയാത്ത കുട്ടിയോട് പറയുന്നത് ആപ്പിൾ അറബി പറയുന്നത്. പകരം നിങ്ങളുടെ സ്വാധീനം കൊണ്ട് പുർത്തുക്കാലാണ് ഏതാണ്ട് 96 പദങ്ങൾ 1-ാം ക്ലാസ്സിലെ ബുക്ക് സാധനം എല്ലാവർക്കും ആപ്പിളും കൂട്ടുകാരും വാങ്ങാൻ നോക്കിയാൽ ആകെ 2000 രൂപ ശമ്പളം. 1 കിലോ ആപ്പിൾ 250 രൂപ കടന്ന കാശ്മീരി ആപ്പിൾ. അത് വാങ്ങിയാൽ നോക്കില്ല. 2-3 കാര്യം ചെയ്യും. ഒന്ന് ഏറ്റവും നല്ല ലൈവ് ഒബ്ജക്റ്റുകൾ തന്നെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അത് എപ്പോഴും പ്രായോഗിക അല്ലെങ്കിൽ നമുക്കിങ്ങനെ വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളുണ്ട്, വാക്സിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ. അത് വാങ്ങിച്ചാൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇത്രേ പണിയുള്ളൂ. നമ്മൾ ബുക്കിൽ നോക്കി പുർത്തുക്കാലിൽ വായിച്ചിട്ട് കുട്ടിക്ക് ഒരു കുന്തും അറിയില്ല, വായിക്കില്ല. അതെ, അതിനെ കുട്ടികൾ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് എത്ര പണിയുള്ളൂ. വായനയും എഴുത്തും പേര് പഠിപ്പിക്കാൻ ഇസ്തിമാറിലൂടെ രസകരമായിട്ട് പഠിപ്പിക്കാൻ എന്ത് രസം. ഒന്ന് ഒരു സാധനം പോകുന്നേ ഉള്ളൂ. ഇത്ര എളുപ്പമല്ല അറബി ഇസ്തിമാറിലൂടെ പഠിപ്പിക്കാൻ. പക്ഷെ ഇവരാരും അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം. അത് പെട്ടെന്ന് പറഞ്ഞു. 3 types of reading ആണ്. ഒന്ന് നമൂദജിയ, മോഡൽ റീഡിങ്. അധ്യാപക ക്ലാസ്സിൽ നിന്ന് മാതൃകാ വായന നടത്തണം. മാതൃകാ വായന എന്നാൽ എന്താവണം? മാതൃകാ വായന എന്താവണം? മാതൃകയാവണം വായന, അല്ലെ? വായന മാതൃകയാവണം. അധ്യാപകന്റെ വായന കേട്ട് കുട്ടിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അങ്ങനെ അതുപോലെ വായിക്കാൻ, ടീച്ചറെ പോലെ അതി സംസാരിക്കാൻ, ടീച്ചറെ പോലെ ധാരണ നടത്താൻ. യെസ്, അങ്ങനെ വായിച്ചതിന് ശേഷം കുട്ടികളോട് പറയുന്നു സൈലന്റ് റീഡിങ് നടത്താൻ. സ്വാമിച്ച
means يعني silent reading. Third one القراءة الجهرية silent നിശബ്ദ വായന മൗന വായന SILENT. രണ്ടാമത്തേത് ലൗഡ് റീഡിംഗ് ആണ്. മൂന്നാമത്തേത് ഉച്ചത്തിൽ വായിക്കാം. എന്താണ് സൈലന്റ് റീഡിംഗ് കൊണ്ടും ഉള്ള ഗുണം? എന്താണ്? മെമ്മറി. പിന്നെ ഞാനിവിടെ എല്ലാവരും വലിയ പേരെ ഒന്ന് സ്വയം മൗനവാന നടത്താൻ പറഞ്ഞാൽ എല്ലാവരും റെഡിയായിരിക്കും, വായിക്കും. ഞാനിവിടെ വീട്ടിൽ വായിക്കാൻ പറഞ്ഞാലോ ഇപ്പോൾ വായിക്കുന്നത്. എന്താ കാരണം? ലൗഡ് റീഡിങ് പറഞ്ഞാൽ എപ്പോഴും പേടിയായിരിക്കും. തെറ്റോ, ആരോ കേൾക്കോ, അറിയോ, സാറുണ്ടോ അറിയോ. സൈലന്റ് റീഡിങ് പറഞ്ഞാലോ കുട്ടി തെറ്റിയാലും പ്രശ്നമില്ല. അപ്പൊ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ കയറും. ആദ്യം കുട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നിനക്ക് പറ്റും, യു ക്യാൻ, നിനക്ക് പറ്റും എന്ന കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ട സാധനമാണ് സൈലന്റ് റീഡിങ്. എന്നിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാൻ ലൗഡ് റീഡിങ് ആദ്യം അതീത വായിച്ചു അല്ലെങ്കിൽ തൊട്ടടുത്ത കുട്ടി വായിക്കാൻ. അപ്പൊ ഞാൻ നേരത്തെ 3 തരം ലിസണിങ് പഠിപ്പിച്ചിരുന്നു. ഏത് ലിസണിങ് ബാക്കി കുട്ടികൾ ചെയ്യാം? ലൗഡ് റീഡിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടി ഉച്ചത്തിൽ വായിക്കുമ്പോൾ ബാക്കി 9 പേര് 10 കുട്ടികളുടെ ക്ലാസ്സിലാണെങ്കിൽ 9 പേര് ഏത് ലിസണിങ് ആണ് ചെയ്യാൻ? എമ്പതറ്റിക്കലോ ക്രിട്ടിക്കൽ ലിസണിങ് ആണ്. എന്താ പറയാ? തെറ്റി കഴിയും അല്ലേ? അപ്പൊ 10 കുട്ടികൾ വായിച്ചു വരുമ്പോൾ എത്ര തെറ്റ് തീർക്കും? മിനിമം 10 തെറ്റുകൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ടീച്ചറുടെ മോഡൽ വായന ഒരു പീരീഡ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വായന ശരിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ 2 വായനയുണ്ട്. ശരിയാണ്, സ്ലോ റീഡിങ് ആൻഡ് ഫാസ്റ്റ് റീഡിങ്. 1ാം ക്ലാസ്സിലെ കുട്ടി സ്ലോ റീഡിങ് ആയിരിക്കും, 5ാം ക്ലാസ്സിലെ കുട്ടി ഫാസ്റ്റ് റീഡിങ് ആവണം. 5ാം ക്ലാസ്സിലെ കുട്ടി ഇപ്പോഴും സ്ലോ റീഡിങ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 5ാം ക്ലാസ്സിലെ കുട്ടി ഇപ്പോഴും സ്ലോ റീഡിങ് ആണെങ്കിൽ ടീച്ചർ രാജിക്കത്ത് കൊടുത്താൽ പഠിച്ചിട്ടില്ല. എല്ലാ കുട്ടികളും ഒരു കുട്ടിയൊക്കെ ഉണ്ടാവും സ്ലോ ലേണേഴ്സ് ഉണ്ടാവും. അതല്ലാതെ ആ ക്ലാസ്സിൽ മൊത്തം കുട്ടികൾ ഇപ്പോഴും കൊലുക്കി വായിക്കുന്നിടത്താണെങ്കിൽ ടീച്ചർ പറ്റില്ല. 1ലും 2ലും സ്ലോ റീഡിങ് ആയിരിക്കും, 3ലും 4ലും 5ലും എത്തുന്നുണ്ടാവണം ഫാസ്റ്റ് റീഡിങ്ങിലേക്ക് കുട്ടി വരണം. ഇനിയാണ് അന്നസുസിറ്റി. എന്താണ് നെസസിറ്റി? എന്താണ് അന്നസുസിറ്റി? എന്താണ് അന്നസുസിറ്റി എന്നാണ്? സീറോ ടെക്സ്റ്റ്. സിഫർ എന്നാണ് സീറോ. സിഫർ 1 2 3 4 5 6 7 8 9 10 صفر صفر زيرو صفر زيرو صفر زيرو sounds എന്നൊക്കെ പറയുമ്പോൾ صفر زيرو. അന്നസുസിറ്റി എന്ന് പറഞ്ഞാൽ സീറോ ടെക്സ്റ്റ് എന്നാണ്. നസു എന്ന് വെച്ചിട്ട് ടെക്സ്റ്റാണ്. അപ്പൊ എന്താ സീറോ ടെക്സ്റ്റ്? ഇതാണ് സീറോ ടെക്സ്റ്റ്. ഇത് എന്തിനുള്ളതാണ്? നമ്മൾ 1ാം ക്ലാസ്സിലാണെങ്കിൽ 7 യൂണിറ്റ് ഉണ്ട്. 7 യൂണിറ്റിന്റെ ഫസ്റ്റ് പിന്നെ സംഘം ഉണ്ടാവും. ഇത് എന്തിനുള്ളതാണ്? കുട്ടിയോട് ചോദിക്കാം, എന്താ മനസ്സിലായത്? അറബിയിലാണോ മലയാളത്തിലാണോ? അറബിയുടെ ക്ലാസ് എന്താണോ? അറബിയിലാവണം. 2 തരം ഭാഷാ പഠനമാണ്. ഒന്ന് അത്തരീഖത്തുൽ മുബാശറ, ഡയറക്റ്റ് മെത്തേഡ്. രണ്ടാമത്തത് തരീഖത്തുൽ തർജമ, ട്രാൻസ്ലേഷൻ മെത്തേഡ്. നമുക്ക് വേണ്ടത് എന്തല്ല? ട്രാൻസ്ലേഷൻ മെത്തേഡ് അല്ല, അതിൻ്റെ ഇരകളാണ് ആരൊക്കെ? നമ്മളൊക്കെ. ഇനിയൊന്ന് കൊടുക്കണോ? വേണ്ട. അറബിയുടെ ക്ലാസ്സിൽ എന്തേ പറയാവോ? അപ്പൊ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അതാണ് എന്റെ ചോദ്യം. ഇത് എന്തിനുള്ളതാണ്? പഠിപ്പിക്കാനുള്ളതാണോ? പഠിപ്പിക്കാനുള്ളതാണോ? എന്തെടുപ്പിക്കാൻ? അല്ല, ഇതിൽ ആരൊക്കെ ഉള്ളത് നോക്കി അബു അങ്ങനെ റിലേഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാക്സിമം ഇസ്തിമാഇനും ഖിറാഅത്തിനുള്ളതാണ്. ഇസ്തിമാഇനും ഖിറാഅത്തിനും തഹദ്ദുസിനും 3 എണ്ണത്തിലുള്ളതാണ്. അതിനധികം ഖിറാഅത്ത് ഇസ്തിമാഉണ്ടാവാം. കിതാബത്തല്ലാത്ത 3 സ്കില്ല് ഇതിലുണ്ട്. ഇനി താഴെ എഴുതി ഞാൻ വായിച്ചുതരാം. ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ആവണ്ടേ എന്ന് ചോദിച്ചിട്ട് ടീച്ചർ. المدرس
يسمعهم الأسماء بدون ترجمة الألفاظ مع مراعاة النطق من المخرج الصحيح. ട്രാൻസ്ലേറ്റ് ചെയ്യാതെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളെ ഇതിന്റെ പേരുകൾ കേൾപ്പിക്കണം. അവർക്ക് സംഭവിക്കുകയാണ് ഇസ്തിമാൽ നടത്തും. ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഇത് എഴുതി വെച്ചിട്ടാണോ എങ്ങനെ പഠിപ്പിക്കുന്നത്? ഇത് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അധ്യാപകൻ എങ്ങനെ പഠിപ്പിക്കുന്നത്? ഇതെന്താണ്? ഇത് പാപ്പയാണ്, പാപ്പക്ക് എന്താ പറയാ? അതിന്റെ അടിയിൽ എഴുതി വെച്ചതാ. ട്രാൻസ്ലേറ്റ് ചെയ്യാതെ നമ്മൾ പഠിപ്പിക്കുന്നത് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തേ അടങ്ങൂ. വിതൗട്ട് ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാം ഞാൻ കുട്ടിയോട് പറയാ, 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് 1ാമത്തെ ക്ലാസ്സിൽ ഷുപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഞാൻ പോയിട്ട് എന്റെ സ്ക്രീൻ അല്ലെങ്കിൽ ഫ്ലക്സിനെ പൊട്ടിച്ചു, സ്ക്രീൻ ഇല്ലാത്തത് ഫ്ലക്സിൽ വലുതാക്കി എല്ലാം ചെയ്ത് പ്രിന്റ് ഒക്കെ എടുത്ത് ഒട്ടിച്ചാൽ മതി അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ കുട്ടി എന്താ ചെയ്യും? നോക്കും. നാളെയും പറയുമ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഷുപ്പ് എന്താ എവിടേക്കാണ്? ഫോണിലേക്ക് നോക്കാനാണ് അല്ലേ? അപ്പൊ ഞാൻ പറയാ കുറെ പ്രാവശ്യം കാണിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ഇനി അടുത്തതാ വായിച്ചേ, ഞാനൊന്നും പറയുക അങ്ങനെ കേൾപ്പിച്ചു കൊടുക്കാണ്. ഇതിലുള്ള ഓരോ ഒബ്ജക്റ്റുകളും ഈ ഒബ്ജക്റ്റുകളാണ് ഇനി എവിടെ വരുന്നത് അറിയോ? നമുക്ക് കുറച്ച് അവിടെ ഒന്ന് കയ്യച്ചു കൊടുത്താൽ അപ്പോഴേക്ക് എന്ത് വായിക്കാൻ തുടങ്ങും? അതൊക്കെ വായിക്കും കുട്ടി. എനിക്കൊക്കെ എന്തേ പണി എന്ന് പറയോ? അവിടെ പഠിപ്പിക്കേണ്ട ഒരു അക്ഷരമുണ്ട്, അത് പഠിപ്പിക്കാനേ നിങ്ങൾക്ക് അവിടെ പണിയും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞത്? രസം. ഇത് പഠിപ്പിക്കാതെ അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ കുടിക്കുന്നത്. കുട്ടിക്കൊന്നും മനസ്സിലാക്കില്ല. بدون ترجمة الألفاظ باللغة العربية، نحن نسمعهم الألفاظ بدون ترجمة الألفاظ. കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ കേൾപ്പിക്കുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായും അതിനെ കേട്ട് ഇതിനൊന്ന് കയ്യേച്ചാണ്. ഇനി എന്തിനാണ് ഈ നസ്സുസുഗ്രി? ഇതിനാണ് നസ്സുസുഗ്രി എന്ന് പറഞ്ഞോ. ഈ പദം ഇതിനാണെന്ന് പറയുന്നത്. നസ്സുസുഗ്രി എന്ന് പറഞ്ഞാൽ സീറോ ടെക്സ്റ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ എന്നാൽ ടെക്സ്റ്റ് ഉണ്ട്. അതാണ് ടെക്സ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, എന്നാൽ ടെക്സ്റ്റ് ഉണ്ട്. ഇതെന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്? സീറോ ടെക്സ്റ്റിന്റെ ഒന്ന് ജനറേറ്റ് തോട്ട്സ്, ചില ചിന്തകൾ ഉണ്ടാക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു ചിത്രമാണ് പ്രദർശിപ്പിച്ച ക്ലാസ്സിൽ, ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നറിയോ? ചൈൽഡ് സെന്റേഡ് അല്ല, ടീച്ചർ സെന്റേഡാ. നമ്മളെല്ലാം പറയാൻ കുട്ടിക്ക് ചിന്തിക്കാൻ പോലും അവസരം. ഞാൻ ഒരു സാധാരണ പ്രദർശിപ്പിച്ചു. ഞാൻ ഇങ്ങനെ നിന്നു. ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെങ്കിൽ 10 തോട്ട്സ് ഉണ്ടായിരുന്നു അവരെ മനസ്സിൽ. ആ തോട്ട്സിനെയാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നത്? എൻ്റെ ക്ലാസ് റൂമിൽ എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ തോട്ട്സിനെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. ആ തോട്ട്സിനെ കൊണ്ടുവരണമെങ്കിൽ ആദ്യം തോട്ട്സ് ഉണ്ടാവണം. ഇട്ടുകൊടുക്കല്ല, അവർക്ക് ഉണ്ടാവേണ്ട തോട്ട്സ് ജനറേറ്റ് ചെയ്യുക. അവർക്ക് സെൽഫ് ജനറേറ്റിംഗ് ആണ്. അത് നിങ്ങൾ ചിത്രം കാണിച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ചിത്രം കാണിച്ചു. ഇവിടെ 50 പേരും 50 രൂപത്തിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാവും. ആ ചിന്തയെ നമ്മൾ ക്ലാസ് റൂമിൽ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാം. ഇനി നടക്കാൻ പോകുന്നത് തൗലീദുൽ ഖിറാഅത്താണ്, ജനറേറ്റ് റീഡിങ്. ഇവിടെ എന്ത് റീഡിങ്ങാണ് നടക്കുക? പദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പേര് പഠിപ്പിച്ചിട്ടുണ്ടോ? വായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? വായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അക്ഷരം പഠിപ്പിച്ചോ അല്ലേ? അക്ഷരം പഠിപ്പിച്ചോ? അതിന്റെ പദങ്ങൾ എഴുതാൻ പഠിപ്പിച്ചോ? പിന്നെ എന്ത് റീഡിങ്ങാണ്? എന്ത് റീഡിങ് പറയുന്നത്? പിക്ചർ റീഡിംഗ് ആണ്, ഗ്രാഫിക് റീഡിംഗ് ആണ്. ഞാനിവിടെ ആനയുടെ ചിത്രം കാണിച്ചു. നിങ്ങൾക്ക് പറയും ആനാന്ന് വായിക്കൂലേ? വായിക്കൂ. അവിടെ ആനാന്ന് എഴുതി കളിച്ചിട്ടോ? ഇല്ല. അതാണ് വായന. ഞാനൊരു പാമ്പിന്റെ ചിത്രം കാണിച്ചു. പാമ്പ് എഴുതാതെ ഞാൻ വായിക്കി പാമ്പ് എന്ന് പറഞ്ഞു. അതാണ് വായന. ഈ ചിത്രം കാണിച്ചപ്പോൾ ഗ്രാഫിക് റീഡിംഗ് ചിത്രത്തില്. മൂന്നാമത്തത് കുട്ടിയുടെ പ്രീവിയസ് നോളജ് ഒന്ന് ഓർമ്മപ്പെടുത്തണം. കുട്ടി നേരത്തെ അറിയാവുന്ന കുറെ കാര്യങ്ങൾ കുട്ടിക്കില്ല അല്ലേ? ചില പദങ്ങളൊക്കെ കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവും. രണ്ടാമത്തെ യൂണിറ്റിലാണെങ്കിൽ കുറച്ചും കൂടി പഠിച്ചിട്ടുണ്ടാവും.
അത് പോകാൻ വിളിച്ചല്ലേ സുഹൃത്ത് പറയുമ്പോൾ തന്നെ അബൂബക്കർ പറയും. നാലാമത്തത് വഹദാ മദ്ഖലുൻ ഇലൽ അൻഷിദ അത്വാലിയ, ഇലൽ അൻഷിദ ഇത്വാലിയ, വരാൻ പോകുന്ന ആക്ടിവിറ്റിയിലേക്കുള്ള ഒരു എൻട്രിയാണ്. വാതിലുണ്ടെങ്കിൽ ആ റൂമിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. നെസസിറ്റിയാണ് പാഠത്തിലേക്കുള്ള വാതിൽ എന്ന് പറഞ്ഞു. ആ നെസസിറ്റി എടുക്കാതെ പാഠത്തിലേക്ക് പോകാൻ എങ്ങനെ ഉണ്ടാവും? കള്ള കണ്ടവരുണ്ടാവും. വാതിൽ ചവിട്ടി പൊളിച്ച് കിടക്കുകയും അതുപോലെ ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മുടെ അറബി ഭാഷാ പഠനം ഇഫക്റ്റീവ് അല്ലാതെ എന്ന് പറഞ്ഞാൽ എൻട്രി ടു ഫോളോയിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ ഇത് പ്രധാനമാണ്. ഇത് പഠിപ്പിക്കാതെ ഭാഷ പഠിപ്പിക്കാൻ. അപ്പൊ നെസസിറ്റി എത്ര ദിവസം ക്ലാസ് എടുക്കണം? 1, 2, 3 തിരികെടുത്ത് പഠിപ്പിക്കേണ്ട ചിത്രം നമ്മൾ ചെയ്യല. കണ്ടോ ആപ്പ് കണ്ടോ? നമ്മൾ ആദ്യത്തെ ദിവസം 5 നമ്മുടെ പുസ്തകത്തിൽ ഒരു പേജ് അതിന് വേണ്ടി മാത്രം നീക്കി വെക്കുക. കുട്ടിക്ക് ലിസണിങ് ഉണ്ടാവാൻ, ഖിറാഅത്ത് നടക്കാൻ, അതുപോലെ തഹജ്ജുദ് ഉണ്ടാവാൻ. ഓക്കെ, ഇനി ഒരു ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കാര്യങ്ങൾ പറയാണ്. തദർറുജ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിന്റെ ചില ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചവർ. ഗ്രഡേഷൻ, എന്താ ഗ്രഡേഷൻ എന്നാണ്? ആ ഘട്ടം ഘട്ടമായി ഒരു കാര്യങ്ങളെ അവതരിപ്പിക്കാവുന്നതാണ്. നമ്മളെ ഫിഖ്ഹിലാണെങ്കിൽ നമുക്ക് ആകെ പഠിപ്പിക്കാനുള്ളത് എന്താ? 5 ഇസ്ലാം കാര്യങ്ങളെ പഠിപ്പിക്കാനുള്ളൂ. 1-ാം ക്ലാസ്സിലും അതേ പഠിപ്പിക്കാനുള്ളൂ, 2-ലും പഠിപ്പിക്കാനുള്ള അതേ ഉള്ളൂ, 7 പഠിപ്പിക്കാനുള്ള അതേ ഉള്ളൂ, 9 പഠിപ്പിക്കാനുള്ള അതേ ഉള്ളൂ. പക്ഷെ 1-ാം ക്ലാസ് പഠിപ്പിച്ചേക്കാളും കുറച്ചുകൂടി ഉയർന്നില്ലാവും. 2-ലെത്തുമ്പോ ഒന്നുകൂടി ഉയർന്നില്ലാവും. 3-ലെത്തുമ്പോൾ പ്രാർത്ഥനകളൊക്കെ അറബിയിൽ തന്നെയാണ്. 1-ാം ക്ലാസ്സിൽ അക്ഷരങ്ങൾ മാത്രം, 2-ാം ക്ലാസ്സിൽ കുറച്ച് പദങ്ങളായി, 3-ല് സെന്റൻസ് ആയി, 4-ല് കുറച്ച് വലിയ സെന്റൻസ് ആയി, 5-ല് അതിനാണ് ഗ്രഡേഷൻ എന്ന് പറയാം. അത് ഈ പുസ്തകത്തിലുണ്ട്, അത് നമുക്ക് കാണാം പുസ്തകത്തിലേക്ക് പോകുമ്പോൾ. 2 ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ് പഠിച്ചിരുന്നല്ലേ? എല്ലോസ് എന്താണോ ആ ക്ലാസ് കഴിഞ്ഞാൽ കുട്ടിക്ക് കിട്ടേണ്ടത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. അത് കണ്ടെത്തണം എല്ലോസ് എന്താണ്. അപ്പൊ ബുക്കിലെ എല്ലോ എന്താണെന്ന് അറിയാതെ പഠിപ്പിച്ചാൽ കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടൂല, കിട്ടേണ്ടാത്തത് മുഴുവൻ അതാണ് ഉണ്ടാവുക. അറബിയിലെ എല്ലോ ഈ പറഞ്ഞ 3 അറബിയുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന 3 എല്ലോകളെ ഈ 3 ഹെഡിലായിട്ട് നമുക്ക് വേർതിരിക്കാം. ഈ 3 ഹെഡിൽ 3 തലക്കെട്ടിൽ വരുന്ന രൂപത്തിലായിരിക്കും. അതൊന്ന് അനാസിറുൽ ലുഗവിയ്യ എന്നാണ്. അത് പറയുന്നത് ഗ്രാമറാണ്, വ്യാകരണം. അത് അനാസിറുൽ ലുഗവിയ്യ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മീനിങ് ലാംഗ്വേജ് എലമെന്റ്സ് എന്നൊക്കെയാണ്. ലാംഗ്വേജ് എലമെന്റ്സ് എന്നാൽ ഉദ്ദേശിക്കുന്നത് സർഫൊക്കെ. 2 അത്തറാഖി, സെന്റൻസ്. എങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടാക്കാം, സെന്റൻസുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, ഗ്രാമർ പഠിപ്പിക്കുന്നു. 3 അൽ കലിമാത്ത് അൽ ജദീദ, ന്യൂ വേർഡ്സ്. ബുക്കിൽ നോക്കിയാൽ അതിലെ എല്ലോസ് ഈ 3 രൂപത്തിൽ ഏതെങ്കിലും ഒന്നായിട്ടുണ്ടാകും. ഈ 3 എല്ലോസുകളിലൂടെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കടന്നു പോകുന്നത്. ഡിസ്കോഴ്സസ് മീൻസ് പണ്ട് സ്പോക്കൺ ഓർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് എഴുത്തിലോ ഉപയോഗിക്കുന്ന എന്തൊക്കെ സംഗതികൾ അതിനേക്കാൾ ഡിസ്കോഴ്സ് പറയും. നിങ്ങൾക്ക് ഇവിടെ ഇന്ന് പുതിയ റേഡിലേക്ക് വരണം, പല രൂപത്തിൽ വരാം. നിങ്ങളുടെ ഫോക്കസ് ഇവിടെ എല്ലോ എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ. എന്നാൽ നിങ്ങൾക്ക് സ്കൂട്ടറിൽ വരാം, ബസ്സിൽ വരാം, കാറിൽ വരാം. അതാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ച് ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ. ഹിവാറുണ്ട്. ഹിവാർ എന്താ? കോൺവെർസേഷൻ ആണ്. എന്തിനാ കോൺവെർസേഷൻ? ആ കോൺവെർസേഷനിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾ ചോദിക്കാൻ, ചോദ്യവേർഡുകൾ ഉപയോഗിക്കാൻ, പിന്നെ കാണുമ്പോൾ സംസാരിക്കുന്ന ഫോർമൽ ആയിട്ടുള്ള ചില വേർഡ്സ് ഉപയോഗിക്കാൻ. അതുപോലെ ബയാനുണ്ട്. ബയാൻ എന്ന ചില വിവരണങ്ങൾ. വിവരണത്തിനാ ആ
ആര് കണ്ടെത്തണം? ടീച്ചർ കണ്ടെത്തണം. അത് കണ്ടെത്തുണ്ടോ? ഇല്ല. ആ വിവരണം അങ്ങനെ പഠിച്ചു. കുട്ടിക്ക് എന്താ കിട്ടിയത്? വെറുതെ കുട്ടികളൊന്നും പറയാത്ത അറിവും ഉണ്ടാക്കും. ശരിക്കും 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും നമ്മുടെ അറബി ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് തടസ്സം കൂടാതെ തജ്വീദിന്റെ അടിസ്ഥാന നിയമങ്ങൾ അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയണം. കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം 1ലെയും 2ലെയും ടെക്സ്റ്റ് ബുക്ക് വേണ്ട വിധമല്ല പഠിപ്പിച്ചതെന്നാണ്. കഴിയാത്ത 1-2 കുട്ടികളുണ്ടോ സ്കോളേഴ്സ് ഒക്കെ? അതല്ല, മദ്രസയിൽ 2ാം ക്ലാസ് അറബി കേരളത്തിന്റെ ടെക്സ്റ്റ് ബുക്കില് സിലബസില് തജ്വീദ് എവിടുന്നാ തുടങ്ങുന്നത്? എന്ന് 3 അല്ലേ? അല്ല, 1. 1ാം ക്ലാസ്സിനാണ് തജ്വീദ്. ഇത് 1ാം ക്ലാസ്സിൽ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ യൂണിറ്റാണ്. ഇതെങ്ങനെ പഠിക്കേണ്ടതല്ലോ? എങ്ങനെയാ വായിക്കേ? ആദ്യം ആകുമല്ല, പദത്തിൽ നിന്ന് ലെറ്ററിലേക്ക് വരണം. ഹോളിസ്റ്റിക് മെത്തേഡ് എന്നാ പറയാം. ഹോളിസ്റ്റിക് ഹോൾ സംഗതി പഠിപ്പിച്ചു. എന്നിട്ട് അതിനൊരു പാർട്ടിനെ പഠിപ്പിക്കാന്നുള്ളതാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിയും. ആനയെ പഠിപ്പിച്ചിട്ട് അതിന് പഠിപ്പിക്കണം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെറും ലെറ്റർ റീഡിങ് മാത്രമേ പോയി. മനസ്സിലായേ? അപ്പൊ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികളുടെ മനസ്സിൽ. എന്ത് കണ്ടോ നമ്മള് ഞാനത് പറഞ്ഞേ, പിന്നെ സിമ്പിൾ ലീഫും കോമ്പൗണ്ട് ലീഫും പഠിപ്പിച്ച മാഷ് എന്താ കുട്ടികളുടെ മനസ്സിൽ നിൽക്കുന്നത്? ഒരു വിഷ്വലാണ്. സാറ് ഇങ്ങനെ തന്നെ. അപ്പോ ഒരു വിഷ്വൽ ഉണ്ടാക്കാൻ പറ്റും. ആ വിഷ്വൽ ഉണ്ടാക്കിയതിന് ശേഷം അതിന് നമ്മൾ ചെയ്യുന്നു, നമ്മളെടുക്കുകയാണ്. ഈ പദം 3 പദല്ലേ? ഈ 2 പദം, ഈ 2 പദത്തിൽ ഒരു തജ്വീദുണ്ട്. ഏതാണ് തജ്വീദ്? ഉച്ചാരണം കാണിച്ചു പഠിക്കല. യെസ്, അതൊന്നും പറഞ്ഞല്ലോ. എന്ന് പറയുന്ന അറബി ഉച്ചാരണത്തിലെ അടിസ്ഥാന നിയമമാണ് ഇബ്ഹാർ. ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നാൽ വെളിവാക്കി ഉച്ചരിക്കണം. അപ്പൊ ഇതെങ്ങനെ വായിച്ചുകൊണ്ടിട്ട്? ഇബ്രീഖ് അല്ല, ഇബ്രീഖ്, ഇബ്രീഖ്, അബ്, 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 അബ്. ആ കുട്ടിനി വീട് കാണുന്നിടത്തൊക്കെ, ഖുർആനിൽ കാണുന്നിടത്തൊക്കെ കുട്ടി ചെയ്യണം. അബ്ദുല്ലാഹി, അബ്ദുല്ലാഹല്ല, അബ്ദു, അബ്, 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 ഇബ്രീഖ്, ഇബ്രീഖ്. ഇതിങ്ങനെ ഇവിടുന്ന് പഠിക്കും. അവിടെ നിങ്ങൾ മുത്തുബിജത്ത് പഠിപ്പിച്ചു കൊടുത്തോ? ഇനി എങ്ങനെ പഠിച്ചു? ലിസണിങ്ങല്ല, ബിലിസ്തിമ. അങ്ങനെയെങ്കിലും ഇറക്കിയാൽ بالاستماع والدارس يدرس بالاستماع من المدرس أو مدرسة. سكون جيداي ب لا ب ب ب ق ق ق مو ولا هنا ق إبريق ولا إبريق ولا نو إبريق ق ق قول كلام هذا تجويدي നിയമമാണ്. ജവാബ് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ അറബി ബുക്ക് കൂടി പഠിച്ചാൽ ക്ലിയർ ആണ്. ഇങ്ങനെ പഠിപ്പിച്ചില്ല. നിങ്ങൾ കാണാം, ഇവിടെ ഒന്നും ഒരു ഉദാഹരണം പറയും. ആദ്യത്തെ യൂണിറ്റില് നമ്മൾ എന്താ പഠിക്കണം അറിയാം? ബ, ബി, ബു, എന്തില്ല, ബില്ല, വൈ. നമ്മളിപ്പോ ഏതും കൂടി പഠിപ്പിച്ചിട്ടുണ്ടാവും. ആവേശം കയറിയിട്ട് ബും കൂടി പഠിപ്പിച്ചിട്ടുണ്ടാവും. പലരും പഠിക്കില്ല. ബ, ബി, ബു, ബ, ബി, ബു, ബില്ല. അതെന്താ ബില്ലാത്തത്? പഠിക്കാൻ അല്ല, അറബിയിൽ ഹറക്കത്തുകൾ എന്ന് പറയുന്നത് 3 ഫത്ഹ, കസ്റ, ദമ്മ. അപ്പൊ സുകൂനോ? ഹറക്കത്ത് ഇല്ലാത്ത അവസ്ഥന്റെ പേരാണ് സുകൂൻ. അപ്പൊ ഹറക്കത്തുകളുടെ കൂടെ അല്ല പഠിപ്പിക്കേണ്ടി. ഹറക്കത്ത് ഇല്ലാത്തൊരവസ്ഥന്റെ പേരാണെന്ത്? സുകൂൻ എന്ന് പറഞ്ഞാൽ തന്നെ ശാന്തമായിരുന്നാണ്, ഇല്ലാത്തത്, അടങ്ങിക്കുന്നതാണ്. അതിന് ഹറക്കത്തില്ല, അതിന് ശബ്ദമില്ല. അപ്പൊ നമ്മള് ഹറക്കത്തിന്റെ കൂടെ സുകൂൻ പഠിപ്പിച്ചാലോ? നമുക്ക് ഇതിനെ തിരിയാത്തതുകൊണ്ടാണെന്നറിയോ? ഹർക്കത്താണ്, സുക്കൂന് ഹർക്കത്താണ്. നമ്മൾ വിചാരിക്കുന്ന എന്താ? നമ്മളൊക്കെ പണ്ടേ പഠിച്ചത് ഈ ചെല്ലാൻ തന്നെ പാടില്ല. 5 അക്ഷരേ ഒഴിവാക്കാൻ പാടുള്ളൂ. സുക്കൂൻ ചെയ്താൽ 5 അക്ഷരേ ഒഴിവാക്കാൻ പാടുള്ളൂ. ഏതൊക്കെയാണ്? എന്താണ്? ഇതല്ലാത്ത സുക്കൂൻ ചെയ്താൽ എങ്ങനെ പറഞ്ഞു? സുക്കൂൻ ചെയ്താൽ എങ്ങനെ പറയണ്ടേ?
സാ ചെയ്താലോ, സാ ചെയ്താലോ, റോ ചെയ്താലോ വെളിവാക്കരുത്. വെളിവാക്കരുത്, അതാണ് നിയമോ. നമ്മളോ പറയാൻ പാടില്ല. അപ്പൊ എങ്ങനെ അറിയും? അതിനാണ് രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഹർക്കത്തുള്ള അക്ഷരത്തെ മുമ്പ് കൊണ്ടുവന്നിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ കേൾക്കൂ, അല്ലെങ്കിലോ വെളിവാക്കാൻ പാടില്ല. വെളിവായാലും എങ്ങനെ ഉണ്ടാവും? അപ്പൊ പഠിപ്പിച്ചോ ഒക്കെ മാറ്റേണ്ടത് മനസ്സിലായില്ലേ? അവരുടെ ജീവിതം എവിടുന്നാ വന്നത്? 1ാം ക്ലാസ്സിലെ അറബി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തുടങ്ങാണ്. 2ാം ക്ലാസ്സിലെ അറബി ടെക്സ്റ്റ് ബുക്ക് കൂടി കഴിഞ്ഞോടുകൂടി കുട്ടി ചില മത്ത് പോലെയുള്ള നിയമങ്ങളല്ലാത്തൊക്കെ എന്ത് ചെയ്യും? പഠിച്ചിട്ടുണ്ടാവും. ഇനി കുറച്ചുകൂടി പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ അറബി പഠനത്തിന് 2 ലക്ഷ്യങ്ങളാണ്. ഫസ്റ്റ് വൺ, അറബി ഭാഷ പഠിപ്പിക്കുന്നു. രണ്ടാമത്തത് പരിശുദ്ധ ഖുർആൻ തെറ്റില്ലാതെ തജ്വീദി നിയമം അനുസരിച്ച് ഓതാൻ പഠിപ്പിക്കുന്നു. എവിടുന്ന് ചോദിച്ചാൽ ഇന്ന് മുതൽ നമുക്കുള്ള ഉത്തരവിടുന്ന 1ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠങ്ങൾ. ഇങ്ങനെയാണോ മദ്രസ പഠിപ്പിക്കുന്നത്? അതാണ് പ്രശ്നം. എന്ന് അടിച്ചു പൊളിച്ചു വാർക്കണം. ഇപ്പൊ നമുക്ക് 1068 അടിച്ചു പൊളിച്ച് വാർക്കാൻ അല്ലെ? കഴിഞ്ഞ പാസ് ഔട്ട് ആയിട്ടുള്ള 264 ഏതാണ്ട് നമുക്ക് വിജയ ശതമാനം എത്രയായിരുന്നു? എതിരെ നമ്മൾ കോഴ്സിന്റെ വിജയശതമാനം 90%. കോഴ്സ് പേടിക്കണ്ട, ഓപ്പൺ ബുക്ക് എക്സാം. അല്ല, അതുകൊണ്ടല്ല ചോദിക്കുക. അപ്പം അത്രയും ആളുകള് 4 ടൈംസ് കൂടിയല്ലോ? അതെ, 4 ടൈംസ് കൂടി. അതെന്ന് വെച്ചാലേ ഒന്നാമത്തെ നമ്മള് ഒരു പരീക്ഷ അത്രയും സിമ്പിളായിട്ട് ഞാൻ കൊടുക്കണം ആളുകൾക്ക് എഴുതാൻ പറ്റിയത്. കാരണം ഒന്നാമത്തെ നമുക്ക് പ്രോത്സാഹനം ഉണ്ടാവണം ഈ രംഗത്തേക്ക് എന്നുള്ള വലിയൊരു മോട്ടിവേഷൻ നമുക്ക് കൊടുക്കേണ്ടിയിട്ട്. എല്ലാവരും ഒരു പക്ഷേ നമ്മളിപ്പം BEd കഴിഞ്ഞത് പോലും നല്ല ഫസ്റ്റ് ക്ലാസ് മാർക്ക് കൊടുത്ത് BEd കഴിഞ്ഞാവും. അവരെത്രത്തോളം ഫീൽഡിൽ ആർക്കാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ തിയറി എക്സാമിനല്ല നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രാധാന്യം കൊടുക്കും. നമ്മൾ എക്സാം പോലും അപ്ലിക്കേഷൻ ലെവലായിരുന്നു. അപ്പൊ ഒരു വിശ്വാസമൊക്കെ പഠിക്കുന്ന ചോദ്യപേപ്പർ എങ്ങനെ കൊടുത്തത് വെച്ചാൽ അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന പാഠത്തിലൊരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കും. അതിന് ഏതൊക്കെ അധ്യാപന സഹായികൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്, അത് എഴുതിയാൽ മതി. ടെക്സ്റ്റ് ബുക്ക് തുറന്നെഴുതാം. ടെക്സ്റ്റ് ബുക്കിലൊക്കെ കിട്ടത് പുതിയ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റിയ രീതി. അത് പുതിയ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റിയതൊരു പ്രശ്നം എന്ന് അറിയോ? നമ്മുടെ സിലബസ് കൂടി കുറച്ചുകൂടി അങ്ങോട്ട് മാറണം. അത് നമ്മൾ 8ാം ക്ലാസ് മുതൽ നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ ഇപ്പോൾ നിലവിൽ ഖുർആനി ഹദീസ് എന്ന സിലബസാണ്. അത് നമ്മൾ ഇൻഷാല്ലാഹ് ഈ ജൂൺ മുതൽ കുറച്ചുകൂടി പുതിയ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കണ്ടന്റ് വരുന്ന രൂപത്തിലാണ് നമ്മൾ ആ സിലബസ്. അതിന് മുമ്പ് എത്രത്തോളം അത് പ്രായോഗികമെന്ന് പറയാൻ പറ്റില്ല. 7ാം ക്ലാസ്സിലൊക്കെ കുട്ടികളെ എത്രത്തോളം ആ വിഷയത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ പോലും ഒരു മനസ്സിലാവുന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 ആൾ വന്നാൽ ഒരു 500 ആളുകൾ ഈ വിഷയത്തിൽ ഇഫക്റ്റീവ് ആയാൽ പോലും നമുക്ക് ഈ രംഗത്ത് വലിയ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ഏറ്റവും സന്തോഷം നമ്മുടെ വിഷയത്തിൽ മാറിപ്പോയി സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ജനറൽ എഡ്യൂക്കേഷനിലെ വെറും അറബി അല്ലെങ്കിൽ അറബി കോളേജിൽ മാത്രം എന്നുള്ളതിനപ്പുറം പൊതുവിദ്യാഭ്യാസമുള്ള സയൻസ് സബ്ജക്റ്റുകളിലൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകൾ നമ്മുടെ മദ്രസയിൽ അധ്യാപകരായി വരണം. പുതിയ കാലത്ത് കുട്ടികൾ നന്നായി പഠിച്ചവരാണുള്ളത്. അവരുടെ ചോദ്യങ്ങൾക്ക് സയന്റിഫിക്കലായി മറുപടി പറയാൻ കഴിയുന്ന അധ്യാപകരുണ്ടാവും. സയന്റിഫിക്കായിട്ട് നമുക്ക് കുട്ടികൾക്ക് മറുപടി പറയാൻ പറ്റിയാൽ അവരെ ദീനിയാക്കാൻ പറ്റുമെന്ന് എനിക്കൊക്കെ അനുഭവങ്ങളുണ്ട്. കുട്ടികളെ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ തലമുറയുടെ വൈബ് അനുസരിച്ച് നടക്കുന്ന കുട്ടികളെ പോലും തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മറുപടി കിട്ടിയാൽ അവരെ നമ്മളെക്കാളും എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിപ്പോ നിലവിൽ മദ്രസയിൽ ഇല്ല. അല്ല, മദ്രസയിലല്ല, നമ്മളെ പണ്ഡിതന്മാർക്ക് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ ഇന്നത്തെ വേൾഡിനെ പറ്റി ഒരു ഐഡിയ കൊടുക്കും. അത് കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോൾ ഖുർആൻ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. അതാണ് അതുകൊണ്ട് അട്രാക്ട് ചെയ്യാം. നമ്മൾ ഈ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനുള്ള അവസരങ്ങൾ തന്നെ ഉണ്ടാവും. ഓരോ അധ്യാപകർ വരുമ്പോൾ കിട്ടുന്ന കുറെ ചില ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ആ നിലക്കാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി മൻഹൂമാണ്. എന്താ മൻഹൂം? പോയംസ്, പദ്യം. എന്തിനാണ് പദ്യം പഠിപ്പിക്കുന്നത്? ഭാഷയിൽ എന്തിനാണ് പദ്യം പഠിപ്പിക്കുന്നത്? സ്കൂളിൽ മദ്രസകളുടെ മെമ്മറി ടീച്ചർ എന്ന് പറയും. പിന്നെ പാർട്ടിസിപ്പേറ്ററി ആകാം. എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്ററി ആവുക?
ലേണിംഗ് ആക്ടിവിറ്റീസ് ഒന്ന് പദ്യത്തിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത് ടു എന്റർടൈൻ ഓർ ടു എൻജോയ്. ഭാഷ ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതാണ് പദ്യത്തിന്റെ ലക്ഷ്യം, മെയിൻ ലക്ഷ്യം അതാണ്. ഭാഷ ആസ്വദിക്കാൻ എന്ത് ചെയ്യണം? അതെ, പദ്യം, ചില പദ്യങ്ങളില്ലേ നമ്മള് ഏതോ ഒരു ഇൻഫ്ലുവൻസ് നമ്മളിൽ ഇപ്പം വൈലോമണിയുടെ മാമ്പഴം ഒക്കെ പാടുമ്പോ എന്താണ് അതിന്റെ പഴം അതിങ്ങനെ പാട് ബാലമാനന്ദം അങ്ങനെ പാടുന്നുണ്ട്. ആ അമ്മ വഴിയിട്ടഴുത്തുന്ന ആ രംഗൊക്കെ പറയുമ്പോൾ മക്കളുടെ ആഗ്രഹങ്ങൾ മാറ്റുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ കണ്ണിൽ നിന്ന് ഒരിക്കൽ കണ്ണീര് വീണിട്ടുണ്ടാവും ആ കവിത ശ്രദ്ധിക്കും. അതാണ് ക്ലാസ്. അറബി പദ്യം പഠിക്കുമ്പോൾ അത് കിട്ടുന്നുണ്ടോ? മദ്രസയിൽ അറബി പദ്യത്തിനൊക്കെ ഒരൊറ്റ ഇന ആസ്വദിക്കോ? ആസ്വദിക്കുമല്ലേ? നിങ്ങൾ പറയാം ആസ്വദിക്കുമല്ലേ? ഇല്ല. എന്റെ മോള് ദിവസത്തിനോട് 4ാം ക്ലാസ് പഠിക്കാം. നാളെ എന്റെ ടീച്ചർ ഈ പദ്യം ഈ രീതിയിലാണ് ക്ലാസ് എടുക്കാൻ. ഞാൻ ചോദിച്ചാൽ എനിക്കറിയാം. അതെ, ടീച്ചർ എല്ലാ പദ്യവും 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി നാളെ ടീച്ചർ എന്ത് ചെയ്യുമെന്ന് പഠിക്കുകയാണ്. ആ ടീച്ചറുടെ ക്ലാസ്സിൽ ആ കുട്ടി ശ്രദ്ധിച്ചിരിക്കോ? ടീച്ചർ ആ കുട്ടി എന്തിനായിരിക്കുന്നറിയോ? നാളെ ഇതേ രീതിയിൽ പാടാൻ പോവുകയല്ലേ എന്ന് കാത്തിരിക്കുക. ആ ഓല മുമ്പിലേക്കാണ് നമ്മൾ പിന്നെ പോയിട്ട് എല്ലാം പഠിപ്പിച്ച് ഇപ്പൊ തോന്നില്ലേ നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ചില അറബി പദ്യം കാണാതെ പഠിക്കണോ സർ? പഠിക്കണം. കാണാതെ പഠിപ്പിക്കണോ? മണിക്കാമലരായ പൂവി ആരെങ്കിലും കാണാതെ പഠിക്കാൻ പറഞ്ഞോട് പറഞ്ഞിരുന്നോ? ഇല്ല. 2 വരെ നാളെ പഠിച്ചു വരാൻ പറഞ്ഞിരുന്നോ? ഇല്ല. എന്നിട്ട് നമ്മൾ പഠിച്ചില്ലേ? എങ്ങനെ പഠിച്ചത്? ആസ്വദിച്ചു, കേട്ടാസ്വദിച്ചു. ഇതേ ആസ്വാദനം ക്ലാസ് റൂമിനകത്ത് നടക്കണം. എന്റെ സ്കൂളിലൊക്കെ ഞാൻ അറബി പദ്യം ഇങ്ങനെ പഠിച്ചെന്നറിയോ? ഇവിടെ സാറ് വന്ന് നാളേക്ക് പകുതി, എന്നോട് മാത്രമല്ല ക്ലാസ്സിൽ, നാളേക്ക് പകുതി പഠിച്ചല്ലോ കാണാതെ. നമ്മൾ ടെമ്പററി മെമ്മറിയിൽ പഠിച്ചു. കമ്പ്യൂട്ടറിൽ ടെമ്പററി മെമ്മറിയെ പെർമനന്റ് മെമ്മറി ഉണ്ട്. അതുപോലെ ടെമ്പററി മെമ്മറിയിൽ വെച്ച് പഠിച്ചു പോയി. സാറ് ചോദിച്ചു, ഞാൻ ആ 4 വരി ചൊല്ലിക്കൊണ്ടു. ഇതാവുന്നു. അതുകൊണ്ട് ഞാൻ എന്തിനാ പഠിച്ചത്? സാറിന് വേണ്ടി. ഞാൻ ആസ്വദിച്ചില്ല. പക്ഷെ ആസ്വദിച്ച ചില പദ്യങ്ങളുണ്ട്. ആ പദ്യമാണ് KG പഠിപ്പിച്ച പദ്യല്ലേ? അപ്പോഴും അറിയല്ലേ, ഒരു കൊല്ലം മലയാളത്തിൽ എത്ര പദ്യം പഠിക്കുന്ന അറിയോ? ഏറ്റവും ചുരുങ്ങി 3 പദ്യം ഉണ്ടാവും. 3 മിനിമം. ഹിന്ദിയിൽ 3, ഇംഗ്ലീഷിൽ 3. അപ്പൊ എത്രയായി? 9 അല്ലേ? ഇനി അറബി വേറെ ലാംഗ്വേജ് തൊട്ടത് 9 കൂട്ടുക. 10ാം ക്ലാസ് വരെ എത്തുമ്പോൾ എത്ര പദ്യം മിനിമം പഠിച്ചിട്ടുണ്ടാവും? 90. അതിൽ എത്ര നോർമുണ്ട്? 10ാം ക്ലാസ് പഠിച്ച പദ്യം ഓർമ്മയുണ്ടോ? 9 8 അതെന്താ കാരണം അറിയോ? അന്ന് ആസ്വദിച്ച് പഠിച്ചിട്ടുണ്ട്. ടീച്ചർ അടിപൊളിയായിട്ട് സ്റ്റൊമക്കേക്ക് വയറുവേദന തടവിയിലാണ് ടീച്ചർ വന്നിട്ട് ആ വയറുവേദന ഡോക്ടർ എന്നൊക്കെ പഠിപ്പിച്ചു. അപ്പൊ കൊറേ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോ പിന്നെ നമ്മൾ പറയണ്ട ഡോക്ടറെ വിളിക്കുന്നതാണ് പറഞ്ഞത്. നമ്മളെ കൊറേ ഡോക്ടറെ വിളിക്കും. അത്തന്നെ കൊടുത്തു പദ്യം പഠിച്ചു. കൊറേ ഡോക്ടർ ക്ലാസ് പഠിച്ച മലയാള പദ്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അതിലെന്ന് വെച്ചാല് അങ്ങനെ പഠിപ്പിച്ച ഇങ്ങനെ പഠിപ്പിക്കേണ്ടതാണ് പദ്യം. അങ്ങനെയാണോ? കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ അറബി എടുക്കാൻ ഒരു പണ്ഡിത ഒരാളെ വിളിച്ചു. അയാൾ പ്രശസ്തനാണ്. ആദ്യത്തെ ചാപ്റ്റർ ഒരു പദ്യമാണ്. ദുആ എന്നാണ് ഹെഡിങ്. ദുആ എന്നാണ് പദ്യത്തിന്റെ ഒബ്ജക്റ്റീവ്. എന്താ? ഭാഷ ആസ്വദിക്കാനുള്ള. പദ്യം ദുആ ആയിക്കോട്ടെ, പ്രാർത്ഥന എന്നുള്ള ആശയം ഉണ്ടാവും. പക്ഷെ പദ്യത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ഭാഷ ആസ്വദിക്കാൻ. ദുആനെ കുറിച്ച് ദുആനൊക്കെ പറയാമോ? അദ്ദേഹം 20 മിനിറ്റ് സ്റ്റുഡിയോയിൽ നിന്നിട്ട് ക്ലാസ് എടുത്ത് എന്തിനു കൊടുത്താൽ ദുആന്റെ മര്യാദ, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ മര്യാദകൾ, അത് ഉത്തരം കിട്ടുന്ന ദുആകൾ. ആ ക്ലാസ് ഇതുവരെ നമ്മൾ പുറത്തുവിട്ടില്ല. ഞാൻ വേറെ ആൾക്കൊണ്ട് ക്ലാസ്. അയാൾക്കറിയില്ല പദ്യം എന്തിനാണ് ബുക്ക് കൊടുത്തത്. അതിന്റെ ഒബ്ജക്റ്റീവ് അറിയില്ല. അപ്പൊ പദ്യത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ആസ്വാദനം. അപ്പൊ നമ്മുടെ ക്ലാസ്സൊക്കെ ചെയ്യാൻ കുട്ടി ആസ്വദിക്കണം. ടീച്ചർ നാളെ പദ്യം എടുക്കാൻ അല്ലെ? കുട്ടികളെ കാത്തിക്കണം നാളത്തെ പദ്യത്തിന് വേണ്ടി. എന്റെ മോള് കാത്തുന്നതല്ല. ഞാൻ
സ്കൂളിൽ പറ്റിയെടുത്തപ്പോൾ കുട്ടികൾ ആൺകുട്ടികൾ ബെഞ്ചുപേരായിട്ട് ആകട്ടെ നമ്മൾ എടുത്തോളാൻ പറഞ്ഞു. കാരണം നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ വരച്ച വരയിൽ നിർത്തി ഇങ്ങനെ പഠിക്കുന്നതാണല്ലോ. അവർക്ക് ആകെ കിട്ടുന്ന സമയം എൻ്റെ ക്ലാസ്സൊക്കെ ഒന്ന് കളിക്കാനും ഒന്ന് വെച്ചുണ്ടാക്കാനൊക്കെ. ഞാൻ അപ്പൊ എല്ലാവരും കൂടി ആ ക്ലാസ്സിൽ 70 കുട്ടികളുണ്ട്. 70 കുട്ടികളും ബെഞ്ച് കൊട്ടി. പിന്നെ അവർ പാടാൻ തുടങ്ങി. ഒറ്റ ക്ലാസ്സോടും കൂടി അവർ ആ കാണാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല പഠിക്കാൻ. അവർക്ക് അവസരം കൊടുത്തു. എന്തിന്? അവര് വെറുതെ തന്നൊന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഞാൻ ഇങ്ങനെ പാടിയപ്പോൾ വെറുതെ ഇന്നും നിൽക്കിട്ടില്ല, ഒരൊച്ചിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എനർജി ഇങ്ങനെ നിൽക്കല്ലേ. ഞാൻ കൗമാരത്തിന്റെ എനർജി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊന്നും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി അവസരമില്ല. അത് നിൽക്കുമ്പോഴാണ് ഒരു ബെഞ്ച് പൊട്ടി. ഞാനിങ്ങനെ എൻ്റെ മുമ്പിൽ കൂടിയല്ലേ, ഞാനും പൊട്ടാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും പൊട്ടി. പിന്നെ ഗേൾസ് പൊട്ടാൻ തുടങ്ങി. ആ ക്ലാസ്സിൽ അവര് ആ പദ്യം, ഞാനൊരു പദ്യം പഠിക്കാൻ പറഞ്ഞില്ല, അവര് ചുറ്റാൻ. ആ പദ്യത്തിൽ നിന്ന് ചോദ്യം വന്നാൽ അവരെഴുതും ഇത് ഏത് പദ്യത്തിൽ നിന്നാണ്. അത് നൽകുകൂടി അത് അറസ്റ്റോടുകൂടി അവരെഴുതും. അത്ര മതി. പഠിക്കണമെങ്കിൽ ആസ്വദിക്കണം. ഇതാണ് കഥയിലൂടെ നമ്മൾ ഭാഷ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം അല്ലേ. എൻ്റെ വീട്ടിൽ അവസാനിപ്പിച്ചു കൊണ്ടിട്ട് ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ കുറെ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഉണ്ട്. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ വൽ ഹദീസ്. ആ ഖുർആൻ ഹദീസ് എന്തിനാ പഠിപ്പിക്കുന്നത്? അറബിയിൽ എന്തിനാ ഖുർആൻ ഹദീസ് പഠിപ്പിക്കുന്നത്? എന്തിനാണ് ഭാഷ പഠിപ്പിക്കാൻ. അറബി ബുക്ക് കൊണ്ട് എടുത്താൽ നമ്മുടെ മുമ്പിൽ എന്തേ ഉണ്ടാകാവൂ? ഭാഷത്തിൽ എന്താ ഭാഷ പഠിപ്പിക്കാൻ? ഇതിലെന്താ ഉള്ളത്? ഒരു ഹദീസാണെങ്കിലും അല്ലേ. അവിടെ ഒരു കുരുവിയെ കണ്ടു. ആ കുരുവിയെ കാര്യം കാണിക്കാമെന്നുള്ളതല്ല, അതതിനൊരു ബൈ പ്രോഡക്റ്റാണ്. ആ കഥ പഠിപ്പിക്കുമ്പോൾ ആ ഹദീസ് പഠിപ്പിച്ചിട്ട് ഒരു ഭാഷയുടെ ഒരു എലമെന്റ് പഠിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ കഥ പഠിപ്പിക്കുമ്പോൾ ഒരു ഹിഡൻ കരിക്കുലം ഉണ്ടാവും. അതിലൂടെ കിട്ടേണ്ടുന്ന കുട്ടി അറിയാതെ കുട്ടിയിലേക്ക് നമ്മൾ ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്നത് ചില മെസ്സേജുകൾ ഉണ്ടാവും. അത് മാത്രം കിട്ടിയാൽ മതി. നമ്മൾ അധ്യാപകർക്ക് എന്താ വെച്ചാൽ അതിന്റെ മെസ്സേജിൽ ഫോക്കസ് ചെയ്യും, ഭാഷ കിട്ടില്ല. അപ്പൊ ഇതാണ് ഞാനിന്ന് പറഞ്ഞത്, ഭാഷാധ്യാപനത്തിന്റെ ബേസിക്കാണ്. ഇനി ഏത് ബുക്ക് കിട്ടിയാലും, ഇനി അടുത്ത ബുക്ക് നമുക്ക് എടുക്കാനുള്ള വിധി ഉണ്ടായില്ലെങ്കിലും ഈ ബേസിക് ഓർത്തുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് എടുക്കാവും. ഒരു പദം ബുക്കിലുണ്ട്, അതിനൊരു ലക്ഷ്യം ഉണ്ടാവും. ആ പദം തന്നെ അവിടെ കൊണ്ടുവന്നേ അതിനൊരു തെരീതി ഉണ്ടാവും, അതിലൊരു ഭാഷാ നിയമം ഉണ്ടാവും. ഇത് ഏറ്റവും എളുപ്പത്തിൽ കുട്ടിക്ക് ഭാഷയിലൂടെ പഠിപ്പിക്കണം. നമ്മുടെ ക്ലാസ് റൂം അറബി ഭാഷക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അറ്റ്മോസ്ഫിയർ നിർബന്ധമായി ക്രിയേറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ നമ്മൾ അഭിനയിപ്പിക്കുന്നില്ലെങ്കിൽ കുട്ടികളെ നമ്മൾ അഭിനയിക്കുന്നത് അല്ലേ. ടീച്ചർ ഭയങ്കര ഫ്ലെക്സിബിൾ ആവും, അഭിനയിക്കണം, കരയണം, വൈകാരിക പ്രകടനങ്ങളൊക്കെ മുഖത്തൊക്കെ വരുത്തണം. അല്ലെ, ഞാൻ എൻ്റെ ബി.എഡിന് ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ ടീച്ചേഴ്സ് വരുന്ന ദിവസം ഞാൻ എൻ്റെ പ്രാക്ടീസ് ടീച്ചിങ്ങിന് പോയത് MM സ്കൂളിലായിരുന്നു. ഇപ്പം MM സ്കൂളിലെ പ്രശ്നമല്ല. അന്നൊക്കെ കുട്ടികൾ 11 ഞാൻ തോണി വരുമ്പോൾ ഒരു കൂടെ മീൻ വരുമ്പോഴേക്ക് ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ആൺകുട്ടികളായിരുന്നല്ലോ. അപ്പോൾ 9 MM സ്കൂളിലേക്ക് ഞങ്ങളെ B.Ed സെന്ററിൽ ആരും ഓപ്ഷൻ കൊടുത്തില്ല. അങ്ങനെ എല്ലാവർക്കും പേടിച്ചെന്നൊക്കെ പറഞ്ഞത് ഒരു ഖ്യാതിയുണ്ട്. അപ്പോൾ ഏതാ ഞങ്ങൾ ഡയറക്ടർ ആരും കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ 3 ആളാണ് കൊടുത്തത്. ഏതെങ്കിലും പാവങ്ങൾ സെറ്റാണല്ലോ. ഏതായാലും ദൗർഭാഗ്യത്തിനോ ഭാഗ്യത്തിനോ ഒരു 9 ക്ലാസ് ടീച്ചറുള്ള ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ ടീച്ചേഴ്സ് ഒരു ദിവസം കിട്ടിയൊരു പദ്യമുണ്ടായിരുന്നു. ആ പദ്യം എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ ടീച്ചേഴ്സ് എന്നെ ഒബ്സർവ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് നന്നായി അവതരിപ്പിക്കാൻ പറ്റിയ പദ്യം 9ാം ക്ലാസ് പഠിച്ചതാണ്. ശക്തിരുഷ്ടമാതി ഒരു ബ്ലൈൻഡ് കുട്ടി എന്നോട് ചോദിക്കാണ്, ഇപ്പാ ഈ ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചം എന്ന് പറഞ്ഞാൽ അന്ധർക്ക് ഇരുട്ടില്ല, ബ്ലൈൻഡിന് ഇരുട്ടുന്ന അനുഭവമില്ല. ഇരുട്ട് അറിയില്ലെങ്കിൽ എന്താ അറിഞ്ഞാലും മനസ്സിലാവും അത് നമ്മക്ക് ഇരുട്ടുള്ളൂ. അപ്പൊ അവര് ചോദിക്കുക വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അഭിമാമൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അവർക്ക് വൃത്തം എന്നൊന്നും അറിയില്ല. അപ്പൊ ഭയങ്കര അഭിനയത്തിനൊക്കെ ഒരു സ്ലോട്ടുള്ള ഒരു പദ്യമാണ്. കണ്ണൊക്കെ ആദ്യമാകുന്നതിന്റെ ഒരു വടിയൊക്കെ ഞാൻ ക്ലാസ് പോയത്. അപ്പൊ അങ്ങനെ പോകണം. ഞാൻ വലിയ വടിയൊക്കെ ക്ലാസ് പോയി. ചെറിയ വട്ടുന്നല്ല, അവരിങ്ങനെ
ഭാഷ, അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അതീവ സൗകര്യമുള്ള സംഗതിയാണ്. നമ്മൾ വികൃതമാക്കിയാണ്, നമ്മളല്ല ഇവിടെ വരാത്ത ആൾക്കാർ. ഓക്കെ, വികൃതമാക്കി വന്നാൽ അതിന്റെ മനോഹാരിത നഷ്ടപ്പെട്ടു. ലോകത്ത് ആദ്യത്തെ സീരിയൽ ഏതാന്ന് വെച്ചാൽ ഞാനേതാ പറയുന്നത്, സീരിയൽ ഉണ്ടാവും മാതാവ് പറയും മന്ത്രി. ക്രൂരനായ രാജാവിനെ അവസാനം തന്റെ ഊഴമെത്തിയപ്പോൾ ഒരു രാത്രി കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊല്ലുന്ന രാജാവിന്റെ അവസാനത്തെ ഊഴം തന്റെ മന്ത്രിയുടെ മകളായിരുന്ന ഷെഹർസാദായിരുന്നു. ഷെഹർസാദ് എന്ന ബുദ്ധിമതിയായ പെൺകുട്ടി പുലർക്കാലത്തേക്ക് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടു പുലരുമ്പോൾ വളരെ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ നിർത്തും. ബാക്കി കേൾക്കാൻ വേണ്ടി രാജാവ് പറയും, ബാക്കി നമ്മുടെ ഒരു രാത്രി കൊണ്ട് മരണത്തിന് വിധേയമാകേണ്ടിയിരുന്ന ഷെഹർസാദ് 1001 രാവുകൾ എന്ന് പറഞ്ഞാൽ 3 കൊല്ലത്തിനപ്പുറം 1001 എപ്പിസോഡാണ്. നമ്മുടെ നാട്ടില് 500 എപ്പിസോഡിന്റെ വാർഷികാഘോഷിക്കുന്ന ചാനലുകൾ 1001 എപ്പിസോഡുകൾ നടത്തിയ സാഹിത്യമുള്ള ഭാഷ. കൊല്ലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1001 എപ്പിസോഡിന്റെ ത്രില്ലർ കഥ പറഞ്ഞു തന്ന ഭാഷ, ആ ഭാഷയാണ് ഖുർആനിന്റെ ഭാഷ. അതീവ സൗന്ദര്യമുള്ള സാഹിത്യത്തിന്റെ ഭാഷ. ലോകത്ത് അറബി ഇല്ലാത്ത സാഹിത്യ നോവലുണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ലേ, അറബിയിൽ ഒരു പേര് നമുക്കറിയാം. നമ്മൾ മലയാളത്തിൽ എന്തിനൊക്കെ പേരുണ്ടെന്ന് വെച്ചാൽ പലതില്ല. മലയാളത്തിൽ ഒരു പരിധിയാണ് അല്ലെ. ഈ കമ്പ്യൂട്ടറിന് ഒരു പേരെന്ന് വെച്ചാൽ മലയാളത്തിൽ പറയാൻ കഴിയില്ല, അറബിയിൽ പറയാം. മൗസിന്റെ പേരെന്തെന്ന് വെച്ചാൽ മലയാളത്തിൽ ഉണ്ടോ? എലിയില്ലേ, ആ എലിയെ പിടിച്ച് വലത്തി പിടിച്ച് നിൽക്കുക, റൈറ്റ് മൗസ്. കീബോർഡിന്റെ അറബി ഉണ്ടാകാം, അത് മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് തമാശ എത്തും. താക്കോൽ പലകാന്ന് പറയാൻ പറ്റും. ഇല്ല, ഞാൻ കൊളക്കാട് ശകടത്തിലാണ് പോകുന്നത് പറഞ്ഞാൽ ആൾക്കാർ ഇല്ലേ, എല്ലാം അങ്ങനെയാണ്. ഈ ഭാഷ 50 കൊല്ലം കൊണ്ട് ലോകത്ത് 50 ഭാഷകൾ മരണമടയുമെന്ന് 5 വർഷം മുമ്പ് മാതൃഭൂമി പത്രം ഒരു ന്യൂസ് ചെയ്തു. അതിലൊന്ന് മാതൃഭൂമി പത്രത്തിന്റെ ഭാഷയായ മലയാളമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന എന്റെ ക്ലാസ്സിൽ ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ നോക്കില്ല, അറബി ഒഴിവാക്കിയാൽ. എന്നാലും ചിലർ ഇംഗ്ലീഷിനെ കയറി വിടുന്നു അറിയാതെ. എന്താ അവിടെ നിൽക്കുന്നത്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ്, ഞാൻ ചെയ്യാതെ മാത്രമേ മലയാളം ഉടുപ്പാക്കുമ്പോ വലിയ പറയുന്നത് ഫ്രൂട്ട്സ് വാങ്ങുന്നു അല്ലേ. എന്നാൽ അറബിയിൽ അതിനൊക്കെ അറബിയെ സംസാരിക്കും പരമാവധി. അവർ പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ട ഒക്കെയും അറബിയും. ഇന്ന് പുതിയൊരു സംഗതി കണ്ടുപിടിച്ചാൽ അതിന്റെ വേറുണ്ടാകാൻ മാത്രം സമ്പന്നമാണ് ഈ അറബി. അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസിക്കൽ അറബി എന്ന് പറഞ്ഞാലേ നമ്മുടെ ഖുർആൻ ഹദീസുമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഖദീമ എന്നാ പറയാം. പിന്നെ ഞാനത് ചില ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വീട്ടിൽ ഖദീമ ഖദീമ എന്നാ പറയാം. ഖസീദത്തുൽ ലുഗത്തിൽ അറബിയ. ഇത്ര അപ്പോഴേക്ക് എന്നെ ഫോട്ടോ എടുത്താൽ മതി. ഈ ഫോട്ടോ എടുക്കൽ ഇതിലാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ഹാഫിദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ, ഞാൻ അവസാനിപ്പിക്കട്ടോ, ഷാഇറുൽ നീൽ, നൈലിന്റെ കവി എന്നറിയപ്പെട്ട ഹാഫിദ് ഇബ്രാഹിം എഴുതിയ ഖസീദത്തുൽ ലുഗത്തിൽ അറബിയ. ഖസീദ എന്ന് പറഞ്ഞാൽ നീണ്ട കാവ്യങ്ങൾക്കാണ് അറബിയ ഖസീദ എന്ന് പറയും. വലിയ കവിതകൾ. അതിലെ വരികൾ ഞാനൊന്ന് വായിക്കാം. കവിത വായിക്കലാണ് എന്ന് ഞാൻ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയാം. പാടാൻ വലിയ കഴിവില്ലാത്തതുകൊണ്ട് ഒന്ന് വായിച്ചു തരാം. ഇത് നീണ്ട കവിതയാണ്. ഇതിലെ നമുക്ക് ഇവിടേക്ക് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ വരുന്ന വരികൾ മാത്രം ഞാൻ കോപ്പി ചെയ്തിട്ടതാണ്. شبابي وليتني أقمت فلم أجزر بقولي عزاتي ولدت ولما لم أجد لي أرائسي رجالا وأكفاء وأتوا بناتي وسعت كتاب الله لفظا
آلة وتنسيق أسماء لمخترعات أنا البحر في أحشائي الدر كامل وهل سأل الغواص عن صدفاتي. ഇത് പറയുന്നത് അറബി ഭാഷ ഒരു ഉമ്മയെ പോലെ സംസാരിക്കുന്ന ഒരാളെ കവി ഈ കവിതയെ ഇവിടെ അവതരിപ്പിക്കുന്നു. അദ്ദേഹം പറയാണ് അറബി ഭാഷ ഒരു ഉമ്മ സംസാരിക്കുന്ന പോലെ റമൗനി ബിയുഖാമിൻ ഫി ശബാബി വലൈതനി തഖിൽതു ഫലം മജ്ദർ ലിഖൗലി ഇലാതി. പലരും എന്നെ കുറിച്ച് ആരോപണം പറഞ്ഞു, ഞാൻ ഒന്നിനും പറ്റാത്ത വന്ധ്യയാണ്, പ്രജനനശേഷിയില്ലാത്തൊരു ഭാഷയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു പോയി, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. ഞാൻ ഒരുപാട് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി, പക്ഷേ എന്റെ പെൺകുഞ്ഞുങ്ങൾക്ക് കുഫുവത്ത വരന്മാരെ കിട്ടാതെ പോയപ്പോൾ എന്റെ പെൺമക്കളെ ഞാൻ തിരിച്ചുകൂടേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലുള്ള പല പദങ്ങൾക്കും ഒത്ത മറ്റ് ഭാഷയിൽ പരിഭാഷപ്പെടുത്താൻ പറ്റിയ പദങ്ങളില്ലാതായപ്പോൾ ഞാൻ എന്റെ പദങ്ങളെ മറച്ചു വെക്കേണ്ടി വന്നു. ഞാനത് ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര ചില ആയത്തുകൾ അടിച്ചുകൊണ്ടൊക്കെ വായിക്കപ്പെട്ടിട്ടുണ്ടോ, നമുക്ക് ഇത് പൊതുവെ പറയണമല്ലോ. പക്ഷെ നമ്മളത് പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെട്ട ഒരു ആശയമുണ്ടല്ലോ. നമ്മൾ പറയുമ്പോൾ മലയാളത്തിൽ പഠിക്കാൻ കഴിയുന്ന ആലോചിച്ചില്ലേ, ഇംഗ്ലീഷിലും അറബിയിലും ഒരു സെന്റൻസിൽ പറയാൻ പറ്റിയ ചില കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ അരമണിക്കൂർ പ്രസംഗിച്ചാലും കണ്ടുകഴിയാൻ പറ്റില്ല. അറബിയിൽ ഒറ്റ സെന്റൻസ് ഭയങ്കര ആശയം. അപ്പൊ ഞാൻ എന്റെ പദങ്ങളെ കുറിച്ച് മൂടേണ്ടി വന്നു. എന്നിട്ടോ അള്ളാഹുവിന്റെ കിതാബ് പറയാൻ മാത്രം ഈ ഭാഷ വിശാലമാണെങ്കിൽ മറ്റ് ഏത് വിഷയത്തിലാണ് ഞാൻ ഇഴുങ്ങിപ്പോയി എന്ന് പറയാൻ പറ്റും. പടച്ചോന്റെ ഈ ലോകത്തിന്റെ സൃഷ്ടാവിന് ഈ ലോകത്തോട് പറയാൻ പറ്റിയ കാര്യങ്ങൾ പറയാൻ ഈ ഭാഷ വിശാലമാണ്. ഇന്ന് എന്ത് പറയാനാണ്, ഇന്ന് ഏത് ഫലിപ്പിക്കാനാണ് ഈ ഭാഷ കൊള്ളില്ല എന്ന് പറയാം. പിന്നെ എന്തുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റും പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ടൂളുകൾക്ക് അറബിയിൽ പേര് പറയാൻ കഴിയില്ല എന്ന്? അള്ളാന്റെ കലാം പറയാൻ മാത്രം വിശാലമാണെങ്കിൽ ഇന്നൊരു സംഗതി ഉണ്ടായാൽ അതൊരു പറയാനും ഞാൻ വിശാലമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അനൽ ബഹ്റു ഫീ അഖ്ശാഇഹി ദുർറു കാമിലു ഫഹൽ സഅൽ ഖവാസ് അൻ സ്വദഫാതി. ഞാനൊരു ബഹ്റാണ്, ഞാനൊരു സമുദ്രമാണ്. എന്റെ ഉള്ളിലുള്ള മുത്തുകൾ പുറത്തുകൂടി നടക്കുന്നവർക്ക് കോഴിക്കോട് ബീച്ചിന്റെ പുറത്തുനിന്ന് നോക്കിയാല് കടലാഴികളിലുള്ള മുത്തിന്റെ മുത്ത് അറിയില്ല, അതുണ്ടോന്ന് കണ്ടിട്ടില്ല, അതിനറിയില്ല. പുറത്ത് കാണുമ്പോൾ ഉള്ളൂ. നിങ്ങൾ ആരോട് ചോദിക്കണമെന്നറിയോ? എന്റെ ഉള്ളിലുള്ള മുത്തുകൾ അറിയണമെങ്കിൽ ഇതിലേക്ക് മുങ്ങാൻ വീട്ട് മുങ്ങൽ വിദഗ്ധരോട് ചോദിക്കണം. ചോദിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല